അഹമ്മദ് കുട്ടിയെ നിന്റെ അമ്മേനെ കെട്ടുവാൻ നിന്റെ അച്ഛന്റെ കെട്ടോള് പന്നി. എന്റെ അച്ഛന്റെ അച്ഛൻ നായിന്റെ മോനെ ഓടി നായിന്റെ മോളെ. അയ്യോ, എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? ഇതൊക്കെ ഞാൻ വീട്ടിലും ചെയ്യുന്ന കാര്യങ്ങൾ. ഇതൊന്നും ചെയ്യണ്ട, ആരെങ്കിലും കണ്ടാലെന്ന് മോശമല്ലേ? ഓ, മോശമാണല്ലേ? എന്നാ പിന്നെ ആരും കാണാത്തപ്പോ വരാം. എഞ്ചിനീയറിംഗ് കോളേജിൽ ഇവൻ ഇതൊക്കെയാണോ പഠിപ്പിക്കുന്നത്? ഇവനെന്താ അടുക്കള കാര്യം? അവൻ അടുക്കളയെ സഹായിക്കായിരുന്നു. ആ, ഇത് തന്നെ ഞാനും പറഞ്ഞത്. എന്ത് അടുക്കള സഹായിക്കുമെന്നോ? ഇവനും എന്റെ പൊന്നു, എന്റെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഇത് ആദ്യമല്ല. നീ എന്തൊക്കെ ഈ പറയുന്നേ? സത്യം, നഗ്നമായ സത്യം. അതെ, ഇവൻ ആദ്യമല്ല. പിന്നെ ഇവനേതാ? ഇവനേതോ ഫ്ലോറാണ്. എന്തോ തറയാണെന്ന്. മാത്രമല്ല, ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ഒരാൾക്ക് ഇംഗ്ലീഷ് അറിയാതിരിക്കില്ലേ? പക്ഷെ ഇവനതറിയില്ല. അതിന് നിനക്ക് ഇംഗ്ലീഷ് അറിയാമോ? ഇല്ല, എനിക്കും അറിയില്ല. അതുകൊണ്ടല്ലേ എത്ര കൃത്യമായിട്ട് ഞാൻ പറയുന്നത്. എന്റെ കണക്ക് കൂട്ടലുകൾ ശരിയാണെങ്കിൽ ഇവൻ മോനായിയാണ്. മോനായോ? മോനായി. ഈ മോനായിയും ഈ ആദ്യം തമ്മിൽ എന്തോ നിഗൂഢമായ ബന്ധമുണ്ട്. ഇതാണ് നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കണ്ടേ? പിടിക്കണം. ഇതിലാരാ രവീന്ദ്ര മാഷിന്റെ മകൻ? ഞാനാ. എന്താ തെളിവ് വല്ലത് ഹാജരാക്കണോ? അങ്ങോട്ട് വന്നോളൂ, നമുക്ക് ഔട്ട്ഡോറിൽ എടുക്കാം. ശിവ, ക്യാമറ സ്റ്റാൻഡിൽ വെക്കാം. ആരെ സ്റ്റാൻഡിൽ വെക്കാൻ? ഇങ്ങോട്ട് വന്നത് നന്നായി. ഞങ്ങൾ വീട്ടിൽ വന്നപ്പോ കണ്ടില്ല. അച്ഛനുമായിട്ടുള്ള കുട്ടിക്കാലത്ത് എന്തെങ്കിലും ഓർമ്മകൾ പറഞ്ഞാൽ മതി. വരൂ. തോറ്റു തൊപ്പിട്ട് ഇറങ്ങിയിരിക്കുക. ലുക്ക്, നിങ്ങൾ റൈറ്റ്സ് വാങ്ങിയിട്ടുണ്ടോ? റൈറ്റ്സോ? എന്ത് റൈറ്റ്സ്? റൈറ്റ്സ്, പകർപ്പവകാശം. ഇനി അതൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ ഷൂട്ട് ചെയ്താൽ മതി. കുറെ കാലമായിട്ടുണ്ട് തുടങ്ങിയിട്ട്. പല കോലത്തിലും പല പേരിട്ടും പ്രോഗ്രാംസ് ഉണ്ടാക്കി അച്ഛനെ വിറ്റ് കാശാക്കുന്നത്. ഇനി നടക്കില്ല. ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ നിങ്ങൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും. സംഗീത ചക്രവർത്തി, അതുല്യനായ കലാകാരൻ. കുറെ കേട്ടതാ. സംഗീത ചക്രവർത്തിയുടെ കുടുംബത്ത് അടുപ്പെരിയണ്ടോന്ന് അറിയേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്കാർക്കും. മലയാളികള് എന്നും ഓർമ്മിക്കുന്ന ഒരു പിടി മധുര ഗാനങ്ങൾ ഉണ്ടാക്കിയ ആ ആളിന്റെ വീട്ടില് ചായയിലിടാൻ പഞ്ചസാര ഉണ്ടോന്ന് അന്വേഷിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? പേരും പ്രശസ്തിയും തിന്ന വിശപ്പ് മാറുമോ സുഹൃത്തെ? അവാർഡ് കടയിൽ കൊടുത്ത അരി കിട്ടുമോ? അരി കിട്ടുമോ സുഹൃത്തെ? അച്ഛൻ മരിക്കുമ്പോ 10ാം ക്ലാസ്സിലെ മോഡൽ എക്സാം ആയിരുന്നു എനിക്ക്. അതോടെ പരീക്ഷ മുടങ്ങി. ആരാധകരും നാട്ടുകാരൊക്കെ കൂടി ആർഭാടമായിട്ട് ദയിപ്പിക്കലും അനുശോചനമൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞു പോയപ്പോ കുറച്ച് ആൾക്കാർ മാത്രം അവിടെ നിന്നു. അച്ഛന്റെ കടക്കാര് അന്ന് തൊട്ട് തുടങ്ങിയതാ കടം വീട്ടാനും കുടുംബം പോറ്റാനുള്ള എന്റെ നെട്ടോട്ടം. അതുകൊണ്ട് എന്റെ സുഹൃത്തെ, എന്റെ കൊക്കില് ജീവനുള്ളിടത്തോളം കാലം അച്ഛനും അച്ഛന്റെ പാട്ടുകളും കീറി മുറിച്ച് എപ്പിഡോസുകളാക്കി വിൽക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, അത് ഞാൻ സമ്മതിക്കില്ല. അതെ, ഇത് വെച്ച് നോക്കുമ്പോ അമ്മ ഭേദ. എന്തെങ്കിലും നക്കാപ്പിച്ചു കൊടുത്ത് ഒതുക്കാൻ നോക്ക്. നക്കാപ്പിച്ചയ്ക്കും കള്ളിനും അച്ഛൻ പാട്ടുണ്ടാക്കിണ്ട് ഒരുപാട്. അത് പണ്ട്. ഇനിയിപ്പോ എപ്പിസോഡ് കണക്കാ. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. ഈ പ്രോഗ്രാം എത്ര എപ്പിസോഡാ? 2. ഓക്കെ, അമ്പലം വെച്ച് നമ്മൾ ഒരു എപ്പിസോഡ് ചാർജ് ചെയ്തു. അപ്പൊ 1 ലക്ഷം. 1 ലക്ഷോ? ഏത് വകയില്? റൈറ്റ്സിന്റെ വകയില്. മനസ്സിലായില്ല? പ്രൊഡ്യൂസറാ? പ്രൊഡ്യൂസറാണല്ലേ. സാറെപ്പോഴല്ലേ വന്നുള്ളൂ. ഇത് ഞാൻ നേരത്തെ സംസാരിച്ചോണ്ടിരുന്ന 1 ലക്ഷം. അതിപ്പോ ക്യാഷ് ആയിട്ടോ DD ആയിട്ടോ അല്ലെങ്കിൽ ചെക്കായിട്ടോ വന്നിട്ട് ഷൂട്ട് ചെയ്തോളൂ. അപ്പൊ അല്ല, ചെക്കായിട്ട് വേണ്ട. അതിന് അത് മടങ്ങിയ കേസായി പിന്നെ പ്രൊഡ്യൂസറായിട്ട് പ്രശ്നമല്ലേ തന്നെ നേരില്ല. അനീഷ, ക്യാമറ അകത്തേക്കുണ്ടോ? നമ്മുടെ ദാസേട്ടന്റെയും എസ് ജാനയുടെ ഒക്കെ സ്റ്റേറ്റ്മെന്റ് ഇല്ലേ? അത് വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അല്ലാതെ സാറങ്ങനെ ചൂടായിട്ട് പോണ്ട കാര്യമില്ല. എന്ത് കാര്യത്തിന് ഒരു കോംപ്രമൈസ് ഉള്ള കേട്ടാ. ഇതിലിപ്പോ എന്ത് കോംപ്രമൈസ്? ഞങ്ങൾ ഈ പ്രോഗ്രാം ചെയ്യുന്നില്ല. അല്ല, റേറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു പാലമിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്ന സാമാന്യ തത്വം അനുസരിച്ച് കുറച്ച് താഴോട്ട് വരുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല കേട്ടാ. ഒരു എപ്പിസോഡിന് 20,000 രൂപ തന്നാലും മതി. താങ്കളുടെ പേരെന്താ? സച്ചിദാനന്ദൻ. പരിചയപ്പെട്ടല്ലേ സന്തോഷം. അല്ല, സന്തോഷം എനിക്കും വേണ്ടേ. ഞാൻ റേറ്റ് എത്രയും കുറയ്ക്കാട്ടോ. നമ്മൾ സംസാരിച്ച എത്രയും കുറയട്ടോ. മോനെ ഒന്ന് ശരിയാക്കി തടാ. തുടങ്ങി ഉടനെ ഓവർ ആക്കിയപ്പോ തന്നെ ഞാൻ കരുതിയതാ കയ്യിന്ന് പോയിന്ന്. വാ പോ. അല്ല, അങ്ങനെ പോയാലെങ്ങനെ? നമുക്ക് കുറച്ചുകൂടി കുറയ്ക്കല്ലേ? നീ ഒന്ന് പോയി സംസാരിക്കോ? അങ്ങോട്ട് ഞാൻ അടിച്ചു പരത്തി 10,000 എപ്പിസോഡാക്ക അയാൾ എന്നെ. 2 മെഗാ സീരിയൽ ഡയറക്ട് ചെയ്യുന്ന ആളാ. നിന്റെ നാവിന്റെ അത്ര നീളമുള്ള മെഗാ സീരിയൽ ഒന്നും മലയാളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല മോനെ ലാലപ്പാ. ചെന്ന് വിജയ് ശ്രീലാടത്തിനടുത്ത് തിരിച്ചു വാ. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. എത്ര വരെ താഴാ? 10,000. ആ പരിപ്പ് അവിടെ വേവില്ല. 5,000. അതും വേവില്ല. 3,000. വേവില്ല. 2,000. അതിൽ തണ നമ്മുടെ പരിപ്പും വേവൂല. നീ ഒന്ന് ചെന്നേ.
500 പിന്നെയും കുറച്ച് 500. ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ 5000 തന്നെ ഇങ്ങോട്ട് പോന്നേനെ. അതെങ്ങനെയാ? ആത്മാർത്ഥത വേണോടാ, ആത്മാർത്ഥത. നിനക്ക് വരെ ഒരു കഴുതയാണ് പറഞ്ഞയച്ചിരുന്നെങ്കിൽ അത് ഇതിനേക്കാൾ നന്നിട്ട് ബാർഗൈൻ ചെയ്തേനെ. കഴുത പുറത്തുനിന്നതിന് ഞാനെന്ത് ചെയ്യാനാ? നോക്കി പേടിപ്പിക്കല്ലേ. ഇത് തന്നെ തന്നതേ അച്ഛനോടുള്ള ബഹുമാനം കൊണ്ടാ. അതവര് പറയുകയും ചെയ്തു. ഞാൻ ഇന്നും അച്ഛനെ ഒരുപാട് ചേർത്ത് വിളിച്ചു അല്ലടാ. അതൊരു പുതിയ കാര്യമൊന്നും അല്ലല്ലോ. പക്ഷെ ഈ റെഡിമെയ്ഡ് വാചകങ്ങളൊന്നും മാറ്റണട്ടോ. പേരും പ്രശസ്തി നിന്ന വിശപ്പ് മാറൂ, അവാർഡ് കടയിൽ കൊടുത്ത അരി കിട്ടൂ. കേട്ട് കേട്ട് ബോറടിച്ചു. ബോറടിക്കാൻ നീ എന്തിനാ എന്റെ കൂടെ എപ്പോഴും നടക്കണേ? വണ്ടി എടുക്കണ, ആശുപത്രി ഭാസ്കരേട്ടനെ ഇറക്കണം. ഓ, ജയിലിൽ നിന്ന് ഇറക്കണം എന്ന് പറയണ പോലെ. ജയിലിൽ നിന്റെ അമ്മായിപ്പനെ ഇറക്കടാ. അമ്മായി അമൃത സ്പീക്കിംഗ്. വളരെ ഉപകാരം. എത്ര കാശായി? മീറ്റർ പ്രകാരം 30. മീറ്ററിനേക്കാ 10 രൂപ കൂടുതൽ തരും. ഓ, കറക്റ്റായിട്ട് ഇവിടെ കൊണ്ട് വിട്ടുമല്ലയോ? ഇരിക്കട്ടെ, എന്താ പോട്ടെ. പന്ന കിളവൻ പറ്റിച്ചല്ലോ. അതെ, താൻ ഇവിടെ ഉള്ള ആളാന്നോ? അല്ല, ഞാനേ അങ്ങ് ചന്ദ്രനിലുള്ള ആളാ. ഇന്ന് രാവിലെ ഇവിടെ ലാൻഡ് ചെയ്തതേ ഉള്ളൂ. എന്ത്? അല്ല, മോനായി? ഇതുവരെ മോനായിട്ടില്ല, അതിനുള്ള ശ്രമത്തിലാണ്. അല്ല, എനിക്ക് മോനായിയേ. തനിക്ക് മോനായോ? കൺഗ്രാചുലേഷൻ. ഈ പ്രായത്തിലും താൻ നേടിയെടുത്തല്ലോ. പിന്നെ മോനോട് എന്റെ ഹാപ്പി ബർത്ത്ഡേ പറയണം. താൻ എന്തൊക്കെ പറയുന്നു? എനിക്ക് മോനായിയേ. തനിക്ക് മോനായി. ഇനി മോനല്ലാതെ മോളാക്കാൻ പറ്റുമോ? എടോ, താൻ എന്റെ മോനായി. ഫസ്റ്റ് ഇപ്പൊ ഞാൻ നിങ്ങളെ മോനായ. ഞാൻ എന്റെ അച്ഛന്റെ മോനാ. എനിക്കൊരൊറ്റ തന്തേ ഉള്ളൂ. തന്നോട് സംസാരിക്കുന്ന എന്നെ ഇവിടെ അടിക്കാം. മാറി. എല്ലാം എനിക്ക് ഇഷ്ടപ്പെടും. പക്ഷെ വീട്ടിൽ കയറാൻ നോക്കിയാലുണ്ടല്ലോ, കള്ളക്കളവ മുട്ടുകാലി ഞാൻ തല്ലി ഇടങ്ങ മോനായി ഒന്ന് കാണട്ടോ. രാവിലെ ഗ്ലോബിന്റെ തലയും കൊണ്ട് ഇറങ്ങിക്കോളൂ. കയറ്റിവിടെ തന്റെ കുഞ്ഞമേരെ വിടാം. കണ്ണു കുത്തി പിടിച്ചാ അമ്മായി അമൃത സ്പീക്കിംഗ്. കാര്യങ്ങളാണല്ലോ. എന്നെ കൊണ്ട് ആ ക്രൂരത ചെയ്യിപ്പിച്ചത് തോട്ടപ്പള്ളിക്കാരാണെങ്കിലും ഇപ്പൊ തിരുത്തിപ്പിച്ചത് എന്റെ ശിഷ്യനാ മ്യായാവി. നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. അതുപോലെ തന്നെ ഇവനോടും. ഹിന്ദുവും നിരപരാധിനിയാണ് എന്നതുപോലെ തന്നെ ഇവനും നിരപരാധനാണ്. സംസാരത്തിൽ ഭയങ്കര വ്യാകരണമല്ല. അതെന്റെ ശിഷ്യനായിട്ടുള്ള സംസർഗത്തിൽ നിന്ന് ലഭിച്ചതാ. അവന് മലയാളത്തിലൊക്കെ ഭയങ്കര പിടിപാടല്ലേ. പിന്നെ ഈ സംസാരത്തിലുള്ള സംസ്കാരം വില കൊടുത്ത കിട്ടില്ല. ആരാടാ നിന്റെ ഈ ശിഷ്യൻ? എനിക്ക് അവനെ ഒന്ന് കാണണം. ഒന്നിങ്ങോട്ട് വരാൻ പറയൂ. അതൊക്കെ സമയം പോകുമ്പോ വരും. അതിനു മുമ്പ് ഒരു കാര്യം കൂടി. അവൻ കുറച്ച് പണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അറിയാലോ, ശിവശങ്കരൻ മുതലാളി ജയിലിൽ നിന്ന് ഇറങ്ങിയ ഒന്ന് കൊലപ്പെടുത്താൻ കാത്തിരിക്കാൻ തോട്ടപ്പള്ളിക്കാരി. അത് സംഭവിക്കാതെ നോക്കാമെന്ന് അവൻ വാക്ക് തന്നിട്ടുണ്ട്. വിശ്വാസം മതി കേട്ടാ. വിശ്വാസക്കുറവൊന്നുമില്ല. അവനെ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും എനിക്ക് അവനെ വലിയ വിശ്വാസമാണ്. പക്ഷെ നിന്നെ എനിക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് നിന്റെ കയ്യിൽ ഞാൻ പണം തരില്ല. അത് കൊച്ചമ്മ പറയാതെ എനിക്കറിയില്ലേ. നിങ്ങളൊക്കെ ഈ എനിക്ക് തന്നെ എന്നെ വിശ്വാസമില്ല. അതുകൊണ്ട് ഞാൻ പോലും എനിക്ക് പൈസ കൊടുക്കാറില്ല. പിന്നെ വേറെ ആരെങ്കിലും തരുമോ? പണം എന്നെയല്ല, ഈ അമ്മൂനെ ഏൽപ്പിക്കാനാണ് പറഞ്ഞത്. ഒരു പയ്യൻ ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട്. അവന്റെ ചികിത്സക്കുള്ള പണം എത്രയാണെന്ന് അമ്മൂനറിയാം. അവളെ ഏൽപ്പിച്ചാ മതി. അമ്മൂന് വളരെ വേണ്ടപ്പെട്ട പയ്യനാണ് അവൻ. ഞാനവന്റെ പേര് പറയട്ടെ, രമേശ്. സതീഷ് അങ്ങനെയല്ലേ സനങ്കനോട് പറഞ്ഞത്? എങ്കിൽ സതീഷ്. നേരാന്നോടി ഇവനീ പറയുന്നേ? അതെ. അതേതാടി? ഞങ്ങൾക്കാർക്കും അറിയില്ലാത്ത നിനക്ക് ഇത്രയ്ക്ക് വേണ്ടപ്പെട്ട ഒരു പയ്യൻ. എന്നോട് അവള് പറഞ്ഞിട്ടുണ്ട്. അത് അവളുടെ ഒരു ഫ്രണ്ടാ. ഫ്രണ്ടോ? അതേ അമ്മച്ചി, ഈ ആധുനികവൽക്കരണത്തിൽ കമിതാക്കളെ പൊതുവെ ഫ്രണ്ട് എന്നാ പറയാറ്. നീ അങ്ങോട്ടാടാ ഈ തള്ളിക്കറി വരുന്നത്? അങ്ങോട്ട് ഇറങ്ങിക്കടാ. ശരി, പണം ഞാൻ കൊടുക്കാം. നീ പറഞ്ഞ പോലെ എന്റെ മോൻ ശിവശങ്കരന് ഒരു ആപത്തും വരാതെ അവൻ നോക്കുമല്ലോ. അത് 100% ഗ്യാരണ്ടി. ഗ്യാരണ്ടി കൊടുക്കാൻ നീ ആരടാ? റോൾഡ് ഗോൾഡുകൾ നടത്തണ്ട. വേണ്ട വേണ്ട, തലയിരിക്കുമ്പോ വാലാറണ്ട. 100% ഗ്യാരണ്ടി. എന്റെ അരിമ ശിഷ്യം മായാവിയുടെ മായാവലയം ശിവശങ്കരൻ മുലാളുടെ രക്ഷക്കായി എപ്പോഴും ഉണ്ടാവും. അവൻ നിന്റെ ശിഷ്യനാണെന്നല്ലേ പറഞ്ഞ? അപ്പോ ഒരു കാര്യം നിനക്ക് അറിയാൻ പറ്റുമല്ലോ. പറ്റണമല്ലോ. എങ്കി പറ, ഈ മായാവി എന്തിനാ ഇവരെ സഹായിക്കുന്നേ? ഇവരുമായിട്ട് എന്താ ബന്ധം? എന്താ ബന്ധമെന്നോ? ബന്ധത്തെ കുറിച്ച് പരാമർശിക്കുമ്പോ
കഴിഞ്ഞ കൊല്ലം, അതെ കഴിഞ്ഞ കൊല്ലം ഉത്സവത്തിന് അവൻ വന്നിരുന്നു. അന്നു എന്തു ചെയ്ത ഭരതനാട്യം അവന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കി. അവൻ അറിയാതെ തന്നെ അവളെ ഇഷ്ടപ്പെട്ടു. ഇന്ന് എന്തുന്ന് വെച്ചാ അവന് ജീവനാണ്. ഐ മീൻ വാട്ടക്കിഴങ്ങില്ലാത്ത കോട്ടപ്പുറം ചന്ത പോലെ. അങ്ങനെയാണെങ്കിൽ അവൻ എന്തിനാ മറഞ്ഞു നിൽക്കുന്നേ? നേരിട്ട് വന്ന് പറഞ്ഞൂടെ? ആ അതാണ് ഈ മ്യായാവിമാരുടെ പ്രത്യേകത. മ്യായാവികൾ ഒരിക്കലും രംഗപ്രവേശം ചെയ്യാറില്ല. കാരണം ഇന്ദുവിന്റെ ഇഷ്ടം അവനെ അറിയിച്ചിട്ടില്ലല്ലോ. ഒന്ന് അറിയിച്ചു നോക്കൂ, അവൻ എത്തും. നമുക്ക് പോവാം. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അവിടുന്ന് ആശാൻ മുമ്പേ നടക്കും, ശിഷ്യ പിറകെ നടന്നാ മതി. മേലാൽ ഓവർടേക്ക് ചെയ്യരുത്. നമ്മുടെ കാലത്തൊക്കെ ഈ മെട്രോ റെയിലൊക്കെ ആയിരുന്നു യാത്ര ചെയ്യാൻ പറ്റുമോ? അല്ല, കാരണവരുടെ അമ്മൂന്റെ കൂടെ പോരാഞ്ഞ് അതിനുള്ള ബോധമൊന്നും ഇല്ലല്ലേ? ബോധല്ല, വാദം. മഞ്ഞ ഗുളിയ. എന്താന്ന്? ഒരു മഞ്ഞ ഗുളിയ മതിയല്ലോ എല്ലാം കുളവാക്കാൻ. വല്ല മനസ്സിലായ? ആ പിന്നെ കൃഷി ഓഫീസർ മാറി പുതിയ ആള് വന്നോ? അത് വന്നോളൂ. കാരണം ഒരാദ്യം ഇത് പറ, എന്താണ് ഇനി പ്ലാൻ? ആ തെങ്ങുകളുടെ കടയൊന്ന് മാന്തണം, നെല്ലിന്റെ കള പറിക്കണം, പിന്നെ കൃഷി ഓഫീസിൽ നിന്ന് വളവും വാങ്ങണം. അതെ, ഈ അമ്മൂന്റെ കാര്യത്തിൽ എന്ത് വളരാനാണ് ഉദ്ദേശിക്കുന്നത്? എന്ത്? കോളേജിൽ അവള് പഠിക്കുന്നത് കണ്ടൽക്കാട് പോലെ മുടി വളർത്തിയ യോയോ പിള്ളേരുടെ കൂടെ ഒരു ഊന്നുകാല് കൊടുത്ത് കെട്ടിയില്ലെങ്കിലേ വാഴ അങ്ങോട്ട് മറയും. അമ്മൂന്റെ കാര്യത്തിൽ എനിക്കൊരു പേടി. അനുഭവങ്ങളാണ് മോനെ ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ പറയിക്കുന്നത്. ഈ ഇരിക്കുന്ന പ്രഭാകരന്റെ കഥ അറിയോ? ഇഷ്ടം മനസ്സിനുള്ളിൽ വെക്കാനുള്ളതല്ല, അത് തുറന്നു പറയാം. ഇതുപോലെ വിഡ്ഢിവേഷം കെട്ടിയ പ്രഭാകരന്മാർ ഇനിയും ഈ മുരുക്കുന്നര ഗ്രാമത്തിലുണ്ടാവാൻ പാടില്ല. അവിടെ വായിരിക്കണം മുഴുവൻ കേട്ടപ്പോ മതിയാലോ. ഞാൻ ഇപ്പൊ ഒരായിട്ട് കാണിച്ചു. എന്ത് പണിയാ നീ കാണിച്ചേ? എന്താ വണ്ടി നിർത്താഞ്ഞോ? എന്തിനാളിയാ നിർത്തുന്നത്? എന്റെ ലൈസൻസ് ഉണ്ട്, വണ്ടിയുടെ ബുക്കും പേപ്പറും ആളിന്റെ കയ്യിലുണ്ട്. പിന്നെ എന്തിനാണ് നമ്മുടെ വിലപ്പെട്ട സമയം വെറുതെ വേസ്റ്റ് ആക്കുന്നത്? ഇതൊക്കെ ഇല്ലാത്തമാര് നിർത്തിയാ പോരെ. സത്യത്തിൽ ഇവന്റെ കാര്യം വലിയ കഷ്ടം. ഇനി പോലീസ് അങ്ങനെ പറയൂരോ? നീ ധൈര്യമായിട്ടിരിക്കണം മോനായി. എന്തിനാ പേടിക്കുന്നേ? ഇക്ക കൂടെയില്ലേ? അയ്യോ പോലീസ്! അയ്യോ നമ്മളെ പൊക്കാനുള്ള വരവാണ്. ഇങ്ങോട്ട് ഇറങ്ങടാ. എന്താടാ കൈ കാണിച്ച വണ്ടി നിർത്താനൊന്നും വയ്യേ? ഇങ്ങോട്ട് ഇറങ്ങാൻ. ഇറങ്ങടാ. എങ്ങോട്ടാടാ എല്ലാരും കൂടി? വീട്ടിൽ പോവാ സാർ. നിനക്കെന്താടാ കണ്ണിന് അസുഖം ഉണ്ടോ? നീ വെള്ളം അടിച്ചോണ്ടാ? ഇല്ല. ഊതിപ്പിരടോ? ഊതടാ. ഞാൻ പറഞ്ഞില്ലേ, നിന്റെ ലൈസൻസും വണ്ടിയുടെ ബുക്കും പേപ്പറും ഇങ്ങെടുത്തേ. ഇങ്ങോട്ട് വിളിക്കടാ. ലൈസൻസ് ഉണ്ട്, ബുക്കും പേപ്പറും ഉണ്ട്, എന്നിട്ടും നീ എന്താടാ വണ്ടി നിർത്താഞ്ഞത്? വല്ല ഉടായ്പ വല്ലതുമാണോ? അയ്യോ സാറേ, ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാരല്ല. ഞങ്ങളൊക്കെ വളരെ ഡീസന്റ് ആൾക്കാരാണ്. പിന്നെ ഞങ്ങളുടെ ബുക്കും പേപ്പറും കറണ്ട് ആയതുകൊണ്ട് സാറിന്റെ വിലപ്പെട്ട സമയം വെറുതെ വേസ്റ്റ് ആക്കണമെന്ന് വിചാരിച്ചു. മാത്രമല്ല ആ സമയം കൊണ്ട് സാറിന് ബാക്കിയുള്ള വണ്ടികൾ പരിശോധിക്കാലോ. ഈ വണ്ടി എടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോവാ. മക്കളൊരു കാര്യം ചെയ്യ്, ഇവിടുന്ന് സ്റ്റേഷൻ വരെ നടന്നു പോവാ, എന്നിട്ട് വണ്ടി എടുത്തോണ്ട് പൊയ്ക്കോ. മക്കളെ 4 പേരോട് ഇപ്പഴേ നടന്നു തുടങ്ങിക്കോ, എങ്കിലേ രാത്രിയാവുമ്പോ അങ്ങ് സ്റ്റേഷനിലെത്തും. ഇവനെ ഇന്ന് വേണം ആക്കാനെ. വേറെ സാധനം ഇപ്പഴാണ് എനിക്കൊന്ന് സമാധാനായത്. എന്തുവാ?
ഉണ്ണിക്ക് 9 അല്ലായിരുന്നു എത്ര നാളും പ്രശ്നം? അയ്യേ, ആ 9 അല്ല. ഓ, ജാതകപ്രകാരം 9ന്റെ ഗുണിതങ്ങളിലല്ലേ ഉണ്ണിയുടെ കല്യാണം നടക്കൂ. അതായത് ഉണ്ണിക്ക് ഇപ്പൊ 27 വയസ്സ്. ഇപ്പൊ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ 9 വർഷം കാത്തിരിക്കണ്ടേ? അപ്പൊ എത്ര വയസ്സ്? 36. ഓ, അത്രയും നാളും ഉണ്ണി എങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കും? നിങ്ങളും വികാരവും വിചാരമുള്ള മനുഷ്യനല്ലേ? എടാ, മായ്ക്ക് വേണ്ടി 9 അല്ല 50 വർഷം വേണേലും ഞാൻ കാത്തിരിക്കും. 50 വർഷം കഴിഞ്ഞിട്ടെന്തിന് അപ്പുറപ്പുറം കണ്ണുപൊത്തി കളിക്കാനാ? എന്റെ ഉണ്ണി നടക്കുന്നെങ്കിൽ ഇപ്പൊ നടക്കണം. ഇതാണ് നല്ല ബെസ്റ്റ് ടൈം. ഇപ്പൊ നടന്നില്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ വിചാരിച്ചതുപോലെ പിന്നീട് നടക്കത്തില്ല. എന്നെ തന്നെ കണ്ടില്ലേ? എന്തോ ആയിക്കോട്ടെ, അവസാനം എന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കല്ലേ. എന്താടാ അവിടെ ഒരു രഹസ്യം പറച്ചില്? അടിക്കുന്നോ? ഡാ പട്ടികളെ, നീയൊക്കെ വെറും പട്ടികളാടാ. ആ, എന്തിയാടാ എക്സൈസ് വിദ്യാഭ്യാസ മന്ത്രി ഗുണശേഖരൻ? എന്നാലും നിന്റെ വാലാട്ടിന്റെ ഒരു DPP ചന്തമുണ്ട് കേട്ടാ. എവിടെ പോയി കിടക്കായിരുന്നടാ പന്ന? ബാക്കി പറയണ്ട, ഞാൻ ഊഹിച്ചെടുത്ത് പൂജിപ്പിച്ചോളാം. പഴയതുപോലെ അല്ല സാറേ, ഇപ്പൊ ഇത് വാങ്ങണമെങ്കിൽ പരേഡിൽ നിൽക്കുന്ന പോലെ ക്യൂ നിക്കണം. എന്റെ അമ്മയുടെ ഒക്കെ ഒരു ഒടുക്കത്തെ ക്യൂ. പൊട്ടിക്ക്. അയ്യോ, ഇത്രയും കഷ്ടപ്പെട്ട് വാങ്ങിട്ട് ഇത് പൊട്ടിക്കാനാ? എടാ, പൊട്ടിക്കാൻ പറഞ്ഞ അതല്ല, തുറന്നൊരെണ്ണം ഒഴിക്കാൻ. ഞാൻ വിചാരിച്ചു. എന്താടാ നിനക്കൊരാട്ടം? നീ അടിച്ചിട്ടുണ്ടോ? ഞാൻ ആരെ അടിച്ചിട്ടില്ല. ഇപ്പൊ സാധാ സമയം ഭൂമുലുക്കോ അല്ലേ, എപ്പോഴാ കുലുങ്ങണെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ടൊരു കരുതലായിട്ട് അടിപടിക്കുക. നീ ഒഴിക്കുന്നില്ലേ? ഒഴിച്ചൊരെണ്ണം അടിയടേ. വേണ്ട വേണ്ട, കമ്മീഷണർ സാറിന്റെ മുമ്പിൽ വെറും ഒരു കോൺസ്റ്റബിൾ ആയി പത്രോസ് ഒഴിച്ചടിക്ക്. എന്നാ മറന്ന് തല തേക്കത്തില്ല സാറ്. കമ്മീഷണറും കോൺസ്റ്റബിളും അതാണ് ഭരണഗണന. തെറ്റിയതാ, ഭരണഘടന. ഭരണ പത്രോസ്, നിന്നെ ഞാൻ സസ്പെൻഡ് ചെയ്യാൻ. വെള്ളം അടിക്കാത്തതിനോ? ഞാൻ വെള്ളം അടിച്ചോളാം, അല്ല കൊല്ലല്ലേ. നിന്നെ ഞാൻ വെള്ളം കുടിപ്പിക്കാണ്. പോലീസിന്റെ പണിയും വേണം, താടി ഇട്ട് പഠിക്കാനും വേണം. ഒന്ന് നിന്റെ താടി അല്ലെങ്കിൽ. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ബ്ലേഡ് അലർജി ആണെന്ന്. അതിനുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലുണ്ട് സാറേ. ഞാനിത് പഠിച്ചാൽ എന്റെ മുഖം ഫിനിഷിംഗില്ലാത്ത ഓംലെറ്റ് പോലെ. രാത്രി കണ്ടിട്ടൊരു കാറാണെന്ന് തോന്നുന്നു. ഒരു കുട്ടിയൊടുപ്പിട്ടുണ്ടാ വരുന്നത്. കാറല്ല, കാറിൽ നിന്ന് വരുന്ന പെണ്ണ്. എങ്കിലത് അവളായിരിക്കും. അവളോ? അതേടാ, ആ അമേരിക്കൻ റേറ്റിന്റെ മീരയില്ലേ, തുണി മേടിക്കാൻ കാശില്ലാത്ത പൊന്നും. അവളെ പഠിക്കാത്ത കേട്ടത് അടി ചെറുക്കണ അവളെ. ഞാൻ പറഞ്ഞേക്കാൻ. മുഖ്യമന്ത്രിയുടെ മോളെ അടിച്ചിറക്കാൻ മാത്രം താൻ വളർന്നോ? എന്നാ അടിക്കടോ. എന്നാടാ അടിക്കാത്ത? അടിക്കണ അവളെ. എന്റെ പൊന്ന് സാറ്, മുഖ്യമന്ത്രിയുടെ മോളെ ഞാൻ അടിച്ച എന്റെ വീട്ടുകാർക്ക് എന്റെ ഫോട്ടോ സ്റ്റാറ്റ് പോലും കിട്ടൂല. എന്തിനാ കൊച്ചെ ഈ വേഷവും കിട്ടി ഈ നേരത്തെ ഇങ്ങനെ? ഈ നേരത്ത് വന്നാലല്ലേ അങ്ങേ ഒന്ന് ദർശനം കിട്ടൂ. ദർശനം തരാൻ ഞാൻ ആരാ? ദൈവം? അതോ നിന്റെ തന്തയെ പോലെ രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രി? രണ്ടും അല്ല. രാക്ഷസൻ എന്നാ എല്ലാവരും പറയുന്നേ. പക്ഷെ എനിക്കറിയാം ഈ കൊമ്പമീശ വെറും ജാടയാണെന്ന്. ഈ രാക്ഷസൻ വെറും പൂച്ചക്കുട്ടിയാണെന്ന്. അർജുന ചെപ്പക്കുട്ടി വന്നിരിക്കും. മതി, ബാക്കി ഞാൻ ഊഹിച്ചെടുത്ത് പൂരിപ്പിച്ചോളാം. ഗുഡ് നൈറ്റ്. ഗതാഗത വകുപ്പ് മന്ത്രി ഗതാഗത ക്ഷമിക്കണം. ഗുഡ്. ഇവനിത്തരക്കാരാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ നിന്റെ കൂടെ താമസിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂ? എന്തായാലും നിങ്ങൾ കണ്ടെത്തിയ പുള്ളിയോള ആ വേഷം കിട്ടി തലേ കൊടാൻ വെച്ചത് ഇങ്ങനെ ഒരു നിപ്പ, എന്നിട്ട് ഇങ്ങനെ ഒരു പോക്ക് ജയം പോണ പോലെ നെഞ്ചും വെച്ച് മസിലും പരിപ്പിച്ച് നിൽക്കുമ്പോ ആരെങ്കിലും വിചാരിക്കും ഇവ എങ്ങനെ ഒരുത്തനാണെന്ന്. വെങ്കിടിയെ ഈ സൂക്ഷിച്ചോ, പെണ്ണുങ്ങളുടെ പ്രേമം പോലെയല്ല പെങ്കൂസന്മാരുടെ പ്രേമം. ആ, ഇന്നാള് വേറെ സംഭവം ഉണ്ടായി.
കിടന്നുറങ്ങുമ്പോഴാണ് ഞെക്കി പിടിച്ച് കൊല്ലാൻ നോക്കണത്. എന്തിന്റെ ഭ്രാന്താണ് നിനക്ക്? നീ എന്താ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ്? ഒന്നുമില്ലേ? കഴുത്തെ പിടിച്ച് ഞെക്കിട്ട് ഒന്നുമില്ലെന്നാ? കിടന്നുറങ്ങാനും സമ്മതിക്കില്ലടാ. നാറിയിട്ട് പാടില്ല, ഒരു ഓക്സിജൻ മാസ്ക് പറ്റിയണം. ദൈവമേ, അടിച്ചൊന്നും വീഴല്ലേ. ഓ കടിച്ചിട്ടും പാടില്ല, വൃത്തിയായിട്ട് കുളിക്കാണ്ട് കയറി നിരുന്നോ. Welcome. Hey, look at the furniture, baby. Hi. Hey, rabbit. ഓ, എല്ലാം കലങ്ങി. ഈ പൂത്താങ്കിരി കുസ്തിക്കാരനാ? കരിഞ്ഞ ഋത്തിക് റോഷൻ പോയണ്ടോടാ? കണ്ടു. ഏതാടാ കൂടെയുള്ള ഐശ്വര്യ റായ്? എന്തായാലും കണ്ണ് കാണാത്ത പീസ, അല്ലെങ്കിൽ എന്റെ കൂടെ പോവോ? സ്റ്റെപ്പ് ഇൻ ഡാർലിംഗ്. താങ്ക് യു. റെസ്റ്റോറന്റിലേക്കാ പോകുന്നത്. കണ്ണൂർന്നില്ല പെണ്ണിന്റെ വാ തുറക്കും. കഴിഞ്ഞ 2-3 മാസത്തെ ബില്ല് ബാക്കിയുണ്ട്, അടച്ചില്ലെങ്കിൽ ഫ്യൂസ് വരുന്നൊക്കെ പറഞ്ഞപ്പോ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത കുഞ്ഞാറച്ചാന്റെ കയ്യിൽ കിട്ടുമ്പോ തരാന്ന് പറഞ്ഞ 1000 രൂപ കടം വാങ്ങിച്ച് കൊടുത്തുട്ടാ കഴിവ് റമോന്റെ കയ്യില്. ആ കാശായിരിക്കും അത്. അവന്റെ ഫീസ് തന്നെ 100. ഹെൽമെറ്റ് വെച്ചിട്ട് പോവാ, വെറുതെ തല്ലുകൊള്ളണ്ട. നീ പറ. ആരോ ചില്ലോട് കൊടുന്ന് വെച്ചാ നമ്മുടെ കാര്യം വീട്ടിൽ അവതരിപ്പിച്ചോ? മമ്മിയോട് സൂചിപ്പിച്ചു. ഡാഡിയെ തിരക്കൊഴിഞ്ഞ് കിട്ടിയില്ല. ശരത്ത് വീട്ടിൽ പറഞ്ഞോ? എന്റെ ബ്രദറും ഭയങ്കര ബിസിയാണ്. 100 കൂട്ടം ബിസിനസ് അത്തല്ലേ. ഇപ്പൊ കക്ഷി ടൂറിലാണ്. ഐ തിങ്ക് ഹീസ് ഇൻ സാൻ ഫ്രാൻസിസ്കോ. അത് കഴിഞ്ഞ് മറ്റന്നാ ഫിലാഡൽഫിയ. എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. 2-3 CD, പിന്നെ ഒരു ജീൻസും ടോപ്പും. മറക്കണ്ട, ഇന്ന് ശരത്തിന്റെ ട്രീറ്റാ. അത് പിന്നെ പറയാനുണ്ടോ ഡിയർ? ചേട്ടൻ സ്റ്റേറ്റ്സ് അയച്ചിരുന്ന ഡോളേഴ്സ് ഒക്കെ ഞാൻ പിന്നെ ആർക്ക് വേണ്ടിയാ സ്പെൻഡ് ചെയ്യാ? ഇവിടെ മൊത്തം ഡ്യൂപ്ലിക്കേറ്റ് ആണ് റൂബർ ഉണ്ട്. ചേട്ടന്റെ കാശ് വെറുതെ കളയണോ? താനോടുത്ത പണിക്കാരനല്ലേ, എന്നിട്ട് കുറ്റം പറയണേ? മുഖംമൂടിയിട്ട സത്യങ്ങൾ പറയാണ്ടിരിക്കാൻ പറ്റുവാനിയാണ്. ഞങ്ങൾ കുറച്ചേരം ചൊല്ലിക്കോട്ടെ. അങ്ങനെ നല്ല കാര്യമൊക്കെ ചെയ്യും, ഉള്ളതൊക്കെ പോന്നോട്ടെ. ജീവിക്കാൻ വേണ്ടി ഓരോ വേഷങ്ങളെ. Look darling, I'm giving him $100. Oh, so cute. പറ്റിയ കൂട്ടാ. എന്റെ കാശ് എനിക്ക് തന്നെ തന്നിരിക്കാം കാട്ടുമാക്കാൻ. ഇനി ഞാൻ 900 രൂപ എവിടെ നിന്ന് ഉണ്ടാക്കേണ്ടി ഈശ്വര? ആ കുഞ്ഞാറുവന്റെ കാര്യം ആലോചിക്കുമ്പോ താങ്ക് യു. കണ്ണീരല്ലിത് കാലം കെട്ടൊരു കോലത്തിന്റെ പെണ്ണു പറയാൻ നിറയെ കേറിയ പൂ. അവനാണോ ഇനി പെണ്ണോ? ഇനി എന്തോ പുലിവാലോ? എന്റെ ജോസഫ്, താനീ കാണിക്കുന്ന അത്ര ശരിയുള്ള കാര്യമല്ല. തന്റെ ഭാര്യ പ്രസവിക്കാൻ കിടക്കുമ്പോ തനിക്ക് പോയെന്ന് സമാധാനിപ്പിച്ചൂടെ? അങ്ങനെ പറയരുത്. ഞാനിവിടിരുന്ന് കുടിച്ച് അവരുടെ വേദന എന്റെ വേദനയാക്കുമല്ലയോ? അവള് പാവം, അവള് വേദന അറിയാതെ പെരട്ടണ. ജോസഫേന്റെ ഭാര്യ പ്രസവിച്ചു. ആൺകുട്ടിയാ പ്രസവിച്ച. അങ്ങനെ എനിക്കൊരു മോനായി. അതിനിടയ്ക്ക് പേര് വിട്ടോ? നല്ല ആശാലി പേരാ, മോനായി. കരളേയൻ കണ്ണീരല്ലിത് കാലം കെട്ടൊരു കോലത്തിന്റെ പെണ്ണു പറയാൻ നിറയെ കേറിയപ്പോ. മുതലാളി അവര് വരുന്നുണ്ട്. ആ നാരായണൻകുട്ടി എല്ലാരും കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, പോലീസിൽ അറിയിക്കാനൊന്നും അവർക്ക് ധൈര്യം ഉണ്ടാവില്ല. അവന്മാര് നേരിട്ട് തന്നെ വരും. ഇനി എന്ത് ചെയ്യണമെന്ന് നീ പറയുന്നത്? നമുക്ക് ഒളിച്ചിരിക്കാം. അതായത് അവർ വരുന്നു, കുട്ടികളെ എടുക്കുന്നു. പപ്പൻ എന്തായാലും സ്വന്തം കുട്ടിയല്ലേ എടുക്കൂ. അപ്പൊ നമ്മൾ അവരെ പിടികൂടുന്നു.
ഇതെന്താണ് പത്മവ്യൂഹമോ? ഇത് പത്മവ്യൂഹമാണെങ്കിൽ ഞാൻ അഭിമന്യുവാ. അഭിമന്യു പത്മവ്യൂഹത്തിനകത്ത് കിടന്ന് ചത്ത ആളല്ലേ? അത് പണ്ട്. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇനി പൊയ്ക്കോളൂ. ഞങ്ങൾക്ക് ആവശ്യം ഇവനെയാണ്. ഇവനെയും കുട്ടിയെയും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാൽ എല്ലാവരുടെ ജീവനും അപകടത്തിലാവും. മര്യാദയ്ക്ക് ഇവിടുന്ന് പോകുന്നതാ എല്ലാവർക്കും നല്ലത്. പറഞ്ഞത് കേട്ടില്ലേ? പോകാൻ. നിന്റെ കുഞ്ഞിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കിടത്തി ഈ ഉറുമീസിനെ പറ്റിക്കാന്ന് വിചാരിച്ചല്ലടാ? മുതലാളി, ഇവന്റെ കയ്യിലിരിക്കുന്ന കുട്ടിയാണ് ഇവന്റെ കുട്ടി. കുട്ടിയെ വാങ്ങിച്ചോളൂ. അങ്ങോട്ട് കൊടുക്കണം. എടാ, ബഹളം ഒന്നും വെക്കണ്ട. കുഞ്ഞിനെ അവൻ തന്നോളൂ. അയ്യൊന്ന് എടാ ഉറുമീസേ, ഇത് കുട്ടിയല്ല, ബൊമ്മയാണ്. ഓ, നിങ്ങളാണ് സാറേ ആൺകുട്ടി. ഇന്നത്തെ ചെലവ് എന്റെ വക. മതില് ചാടിയാ ഓടിയത്. തോറ്റുപോകും. മേലെ പോകുന്നു. നിരപ്പായ തറയിൽ സിന്തറ്റിക് ട്രാക്ടറല്ലേ ഓടിയത്. എന്നാൽ ഈ 4 അടി പൊക്കോളം മതിലൊക്കെ ചാടുക എന്ന് പറഞ്ഞാ അത് പിന്നെ മതില് ചാടാൻ അവള് കൊച്ചിലെ എക്സ്പെർട്ടാന്നാ കേട്ടിട്ടുള്ളത്. എന്നാലും എനിക്ക് കാഴ്ച കാണാൻ പറ്റിയില്ലല്ലോ. എന്നാലും എന്റെ തമ്പി സാറേ, നിങ്ങളെ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഈ ഇനത്തിന്റെ കൂടെ നിങ്ങൾ എന്ത് വിശ്വസിച്ചാ ഒരു വീട്ടിൽ ഒരുമിച്ച് കിടന്നുറങ്ങുന്നത്? സിംഹക്കൂടി ഇതിലും സേഫാ. അമ്മായിയപ്പന്റെ ചെക്കടി കൊണ്ട് വാങ്ങിയ തൊപ്പിയല്ലേ ഇങ്ങനെ ഇരിക്കും. നമ്മുടെയൊക്കെ ഭാര്യമാർ ഓടുന്ന ഗോവിന്ദൻകുട്ടിയുടെ ഭാര്യ നോക്കി നിൽക്കല്ലേ? എങ്ങനെ പ്രതികരിച്ചു? അവൾ അതൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല. അല്ലേലും അവൾക്ക് ഞാൻ പറയുന്നതിനപ്പുറം ഒന്നുമില്ല. എല്ലാം ചേട്ടന്റെ ഇഷ്ടപ്പോലെ. അതാണ് അവളുടെ രാഷ്ട്രീയം. എനിക്ക് മനസ്സിലാവാത്തത് ഈ നിരോഷയുടെ കാര്യമാണ്. ഇന്നലെ വരെ പൂച്ചയെ പോലെ ഇരുന്നൊരു പെണ്ണ് ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് അവൾക്ക് വന്നൊരു മാറ്റം. ചെയ്യുന്നത് അവളാണെന്നേ ഉള്ളൂ, ചെയ്യിക്കുന്നത് നമ്മുടെ പൊണ്ടാട്ടിമാരാ. ആര് ചെയ്യിപ്പിച്ചാലും അവളത് ചെയ്യാൻ പാടുണ്ടോ? ഗോവിന്ദൻകുട്ടി സാറേ, ഈ നിരോഷിക്കിട്ട് ഒരു കൊട്ടേഷൻ കൊടുത്താലോ? എന്തായാലും അവൾക്കൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് അത്യാവശ്യം. വെറുതെ കയറൂരി വിട്ടാലേ അവസാനം അവൾ നിങ്ങളെ തലയിൽ കയറി നിറങ്ങും. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കോ, ഞങ്ങളെല്ലാം റെഡി. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഇറ്റ്സ് വെരി ഡിപ്ലിക്കേറ്റഡ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് ആൻഡ് സീരിയസ് മാറ്റർ. അയ്യോ, അങ്ങനെ പറയല്ലേ. പത്രോസേട്ടൻ എന്നെ സഹായിച്ചേ പറ്റൂ. ഒന്നുകൂടി അടിച്ചേ. ഞാൻ പറഞ്ഞ പുള്ളിക്കാരൻ എന്തും കേൾക്കും. എന്റെ മുഖത്ത് നോക്കാൻ തന്നെ പുള്ളിക്കാരന് പേടിയാ. നീ പേടിക്കണ്ട. പക്ഷെ സംഗതി പെൺപാണിവായതുകൊണ്ടാ എനിക്കൊരു മടി. അയ്യോ, ഇത് പെൺവാണിപ്പല്ല, ഞങ്ങൾ തമ്മിൽ നേരത്തെ പ്രേമിച്ചതാ. ഇന്നത്തെ കാലത്ത് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. എടാ, ഇപ്പൊ ഇവിടെ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയാമോ? പെണ്ണ് നിന്റെ കൂടെ 2 മാസം താമസിച്ചതിന് ശേഷവും വേണമെങ്കിൽ ഇത് പെൺപാണിവാക്കാം. അവക്ക് വേണമെങ്കിൽ വനിതാ കമ്മീഷന്റെ മുമ്പിൽ പോവുകയും ചെയ്യാം. എന്തും പറഞ്ഞ് തോണ്ടിയത് ഞാനാ. എന്തും പറഞ്ഞ് അവളുടെ ചരിത്രം നഷ്ടപ്പെടുത്തിയതും പറഞ്ഞ്. ചരിത്രമല്ല, ചാരിത്രം. സിർജിനിറ്റി. നിന്റെ സിർജിനിറ്റിക്ക് പത്രോസേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? അവളിന്ന് വന്നല്ലേ ഉള്ളൂ, ചേട്ടനടിച്ച് ഫിറ്റായ. നീ നോക്കണ്ട, നിന്റെ ഏമാന്റെ കാറ്റ് പോയെന്നാ തോന്നണേ. അഡീഷണൽ DGP മന്ത്രിയൊക്കെ കൂടെ അങ്ങേരെ കൊന്നു കാണും. ഈ പത്രോസ് പോകേണ്ടി വരുമല്ലോ അങ്ങേരെ കൊണ്ടുവരാൻ. ആരാടാ പ്രായപൂർത്തിയായ ചെറുപ്പക്കാരുള്ള വീട്ടിലേക്ക് 2 ടോർച്ചടിച്ചു നോക്കണം. രാമനാഥൻ സാറാ വരുന്നത്. എന്റെ കാര്യം ശരിയാക്കണേ. നീ പൊക്കോടാ, ഇതൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം. നീ എന്റെ പ്ലാ കണ്ടോ? പ്ലാ പ്ലാ പ്ലാ. ആ ചെറ്റ പെണ്ണുങ്ങളുടെ പുറകെ നടന്നിട്ട് ബാക്കിയുള്ളവനെ കിടക്കപ്രതിയില്ലാത്തത്. നിന്നെ ഒന്നും സ്നേഹിക്കാൻ കൊള്ളുകടാ പൊന്നൊക്കെ. ബാക്കി പൂരിപ്പിക്കാൻ എനിക്ക് മനസ്സില്ല. പൂരിപ്പിക്കാൻ എനിക്ക് മനസ്സില്ലാന്ന്. മിസ്റ്റർ രാമനാഥൻ. നീ എന്താ വിളിച്ചേ? അല്ല, മിസ്റ്റർ രാമനാഥൻ സാറിന് വിളിച്ച തെറ്റ. പെണ്ണിനെ പറ്റിയും പ്രേമത്തിനെ പറ്റിയും സാറിന് ഒരു പുണ്ണാക്കും അറിയില്ല. ഞാൻ പറഞ്ഞുതരാം. ജെയ്സി അപ്പു തമ്മിലുള്ള പ്രേമം ഗാഢമാണ്. ചങ്ങമ്പുഴയും രമണനും പോലെ.
നയനാര് കരുതാരനും പോലെ. അതേപ്പറ്റി എന്റെ അഭിപ്രായം. ഇതിനെപ്പറ്റി നിന്റെ അഭിപ്രായം എന്താടാ? എന്റെ അഭിപ്രായത്തിൽ അവൻ കഴിച്ച് തണ്ടിത്തരോ ചെത്തരോ ഒന്ന് പറയാൻ പറഞ്ഞത് അല്ല തല്ലി. ഞാൻ എങ്ങനെ പറയണം? പത്രോസ് പാരയായിന്നാ തോന്നണേ. ഇയാൾക്ക് കള്ളു വാങ്ങിച്ചു കൊടുത്ത എന്നെ വേണം തല്ലാൻ. മൂക്കറ്റം വെള്ളം അടിച്ചോണ്ട് മോങ്ങുന്നു. പോയി വിളിച്ചോണ്ട് അവനെ. അപ്പേ അങ്ങോട്ടോടെ പോവോ? അല്ല അപ്പ വിളിക്കാനായിട്ടാ. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അത് പിന്നെ എന്നെ വിളിച്ചോണ്ടിരാൻ പറഞ്ഞില്ല. എന്നോട് ചോദിക്കാതെ കണ്ണിക്കണ്ട തോന്നിവാസം കാണിക്കുന്നവനൊന്നും കയറി വരാനുള്ള വീടല്ലത്. ചോദിച്ചിട്ടൊക്കെ പ്രേമിക്കാൻ പറ്റുമോ? വേണ്ടടാ, നീ പ്രേമിച്ച് മരിക്ക്. പിന്നെന്താ പ്രേമഭാജനത്തെ അവിടെ ഇട്ടുണ്ട്, നീ മാത്രം ഇങ്ങോട്ട് എന്നുള്ളത്? അത് പിന്നെ സാറിന് സംശയം തോന്നണ്ടെന്ന് കരുതി. എന്ത് സംശയം? അല്ല, രാത്രിയിലെ ആകെ ഒരു മുറിയുള്ള വീട്ടിലെ ഞാനും ആ പെണ്ണും ഞാനും എന്തെങ്കിലും സംഭവിച്ച അതിന്റെ മാനക്കെട് സാറിനല്ലേ? സംഭവിച്ചാ കൊന്നുകളെ ഞാൻ. ഒന്നും സംഭവിക്കില്ല, അമ്മച്ചാണ് ഒന്നും സംഭവിക്കില്ല. ആ, പിന്നെ നാളെ രാവിലെ അവളെ കൊണ്ട് വീട്ടിലാക്കിയേക്കണം. വീട്ടിൽ കൊണ്ടാക്കാനോ? എന്താ പറ്റിയല്ലേ? സാറ് പറഞ്ഞ ഞാൻ എന്തും ചെയ്യും. എനിക്ക് നിങ്ങളുടെ കല്യാണം നടത്തി തരാമെന്ന് അവര് വാക്ക് തന്നു. സത്യമാണോ? സത്യം ചെയ്യിച്ചു. കല്യാണത്തിന് ശേഷം നിന്നെ അവർ അമേരിക്കയിൽ കൊണ്ടുപോകും. പക്ഷേ അതിനു മുമ്പ് അവരെ മാനം രക്ഷിക്കാൻ വേണ്ടി നീ ആ പെണ്ണിനെ അവിടെ കൊണ്ടൊന്ന് ആക്കണം. ഈശ്വര, ഞാൻ എങ്ങനെയാ സാറിനോട് നന്ദി പറയണ്ടത്? നന്ദിയൊന്നും പറയണ്ട. അപ്പൊ കൂടെ സാറ് ചെല്ല്, അല്ലെങ്കിൽ ആ പെണ്ണ് പേടിക്കും. എന്നാ പോയിക്കോട്ടെ സാർ. പിന്നെ നീ തിന്നെ കിടന്നാ മതി. കല്യാണം കഴിയുന്നവരെ സെക്യൂരിറ്റിയുടെ ചാർജ് എനിക്കാ, മനസ്സിലായോ? അയ്യോ, ഞാൻ വേണേ മുറ്റത്ത് കിടന്നോളാം. സാറിന് വേറെ ഒന്നും തോന്നരുത്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഗുഡ് നൈറ്റ്. ഇതൊക്കെ എന്തിനാ? മോനെ കൊടുക്കാൻ. ഓ, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇതിലും ഭേദാ പെണ്ണായിരുന്നു. പിന്നെ എന്തിനാ ആ പെണ്ണിനെ കൊണ്ടുപോയി കളഞ്ഞത്? ഇവിടെ തന്നെ നിർത്തായിരുന്നില്ലേ? മൂക്ക് മുട്ട തിന്നാനും ഉറങ്ങാനും അല്ലാതെ നിങ്ങളെ കൊണ്ട് ഉപകാരമുള്ള എന്തെങ്കിലും ഒരു കാര്യം പറ്റുമോ? അത് ഞങ്ങളുടെ കുറ്റല്ല. മനുഷ്യനായ കുറച്ച് അനുസരണ വേണം. ഓ, അപ്പൊ കുറ്റം എനിക്കായോ? നിന്റെ കാര്യമല്ലേ പറഞ്ഞത്, കുഞ്ഞിന്റെ കാര്യ. അനുസരണ 7 അയൽവക്കത്തോടി പോയിട്ടില്ല. എന്ത് കഴിക്കാൻ പറഞ്ഞാലും കഴിക്കില്ല. ഈ കൊച്ചിന്റെ പ്രായത്തിൽ ഞാനുണ്ടല്ലോ, എന്ത് കിട്ടിയാലും തിന്നും. കിട്ടാത്ത കുഴപ്പമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കൊച്ചിങ്ങനെ പോയി ഞങ്ങൾ എന്ത് ചെയ്യും? പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചെയ്യണ്ട. ഒന്ന് ഇവിടെ നിന്ന് ഇറങ്ങി തന്നാ മതി. കുഞ്ഞിനെ നോക്കാനേ എനിക്കറിയാം. ഗുഡ് ഫോർ നത്തിങ് ഫെലോസ്. ആ ഇംഗ്ലീഷിൽ പറഞ്ഞത് മലയാളത്തിൽ പറഞ്ഞേ. ഒന്നിനും കൊള്ളാത്ത കഴുതാന്ന്. എന്താ? ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കുന്ന പ്രശ്നമില്ല. അതേട്ടാ, ഇത്രയും നാണക്കേട് സഹിച്ച് ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. എന്നാ വാടാ പോവാം. ഞാൻ വരുന്നില്ല, ചേട്ടൻ ഇവിടെ നിൽക്കേണ്ടതാ പറഞ്ഞത്. എന്നാ എനിക്ക് വാശിയുണ്ട്. നീ വന്നില്ലെങ്കിൽ വേണ്ട, ഞാനും പോണില്ല. ഓ, കർത്താവിന് പോലും ഒരു കുരിശ് ചുമന്നാ മതിയായിരുന്നു. എനിക്ക് ചുമക്കാൻ 2 കുരിശാ ദൈവം തന്നിരിക്കുന്നത്. ഓ, ഇനി ഇത് ഏത് കുരിശാണാവോ? എന്നാലും എന്റെ കേശവ മാഷെ, നിങ്ങൾ ആ പട്ടിയുടെ പേരും പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പറ്റിക്കാൻ പാടില്ലായിരുന്നു. എന്തൊരു മര്യാദക്കാരനാണ് ആ പട്ടി. ഞങ്ങൾ ഇങ്ങോട്ട് കയറി വരുമ്പോ തല പൊക്കി നോക്ക് പോലെ ചെയ്തില്ല. അതിനല്ലേടോ ഇവൻ നമ്മളെക്കാളും വലിയ കീടമാ അവൻ. ഒരു കോട്ടടകത്ത് എന്ന പിന്നെ കൃത്യം 8 മണിക്കൂർ കാൽ പോലായി കിടന്നുറങ്ങും. ബീവറേജ് കോർപ്പറേഷന് സമ്പൂർണ്ണ മദ്യനിരോധനം വന്നാ പിന്നെ എന്റെ കാര്യം നിങ്ങൾ മറന്നേക്ക്. അതുകൊട്ടെ, ഇതെന്തിനാ ഈ ടൈം പീസ്? കൃത്യസമയത്ത് കൊടുത്തോളണം. 5 മിനിറ്റ് തെറ്റിയ അപ്പ തല വെക്കും. പിന്നെ പിടിച്ചാ കിട്ടില്ല. അല്ല മാഷേ, നിങ്ങളെ ഭാര്യങ്ങാൻ ഇപ്പൊ ഇങ്ങോട്ട് കേറി വരുമോ? അവളുടെ അമ്മയ്ക്ക് നല്ല സുഖമില്ല. നാളെ രാവിലെ എത്തൂ. ആണോ? എന്നാ പിന്നെ അമ്മക്ക് അടിച്ചങ്ങോട്ട് പൊളിക്ക അല്ലേ? പിന്നെ ആ തമ്പിയും സേവിയറും ഇല്ലാണ്ട് പോയല്ലോ. ഇന്നലെ കൂടി സാറിന്റെ വീട്ടില് 2 പോലീസുകാർ വന്നിട്ട് പോകുന്നത് കണ്ടല്ലോ. വനിതാ കമ്മീഷനാ. ഇപ്പൊ അത് ശീലായി. എന്റെ കുട്ടി സാറേ, ഈ ഒടിഞ്ഞ വക്കീലിന്റെ വാക്കും കേട്ടോണ്ടിരുന്ന നിങ്ങളുടെ ജീവിതം കുട്ടിച്ചോറാകും. തൽക്കാലം ഒരു കോംപ്രമൈസ് ആയിരിക്കും ബുദ്ധി. 2 ചക്കര വർത്താനം പറഞ്ഞ് ആ വെള്ളച്ചില് പെണ്ണിനെ കൂടെ നിർത്തുക. കേസ് പിൻവലിച്ച ആ സെക്കൻഡ് പണി കൊടുക്കാം. ഓ, ഇപ്പൊ അങ്ങനെയായില്ലേ? എന്നാ പിന്നെ നിങ്ങളെ പാടാ എന്താ ചെയ്തു? എനിക്ക് വയ്ക്കില്ലേ പണങ്ങ. അവൻ ഇത് കൊടുക്കാൻ സമയായി. അല്ല മാഷേ, ഞാനിത് കൊടുത്തോട്ടെ. എന്തായാലും ഒരു കുട്ടിക്ക് പാൽ കൊടുക്കാനുള്ള യോഗം യശോദയ്ക്ക് തന്നില്ല. ഒരു പട്ടിക്കെങ്കിലും കൊടുക്കാലോ. അവിടെ നിൽക്ക്. ഗ്ലാസിന്റെ മുകളിലേക്കൊന്നും വിടല്ലേ. അവളെന്നെ ദീപക് മോനെ വാടാ, അച്ഛൻ പാല് തരാം. പല പല സ്വഭാവമാണ് ആ പെണ്ണിന്. കസ്റ്റമേഴ്സിന്റെ മുമ്പിൽ വെച്ച് വല്ല പോരും കാണിച്ചാ എന്റെ കൺട്രോൾ തെറ്റും. ബാങ്കിൽ വെച്ചിട്ട് വേണ്ട, പിന്നെ അവളെ ഫോണ് വിളിച്ചിട്ട് വീട്ടിൽ പോയി കാണും.
ഇത്തിരി താണു കൊടുത്താലും കുഴപ്പമില്ല. ബി പ്രാക്ടിക്കൽ. അവൻ എഴുന്നേറ്റോ? എന്റെ ഈശ്വര ചതിച്ചല്ലോ. മാഷേ, പട്ടിയുടെ മദ്യം വക്കീൽ കുടിച്ചു. കിടക്കണ കിടപ്പ് ഈശ്വര, ഞാൻ ഇനി എങ്ങനെ പോട്ടത്? വക്കീൽ എങ്ങനെയാ പോട്ടത്? അമ്പിയെ, എല്ലാ ലൈറ്റും ഓഫ് ചെയ്തേ. ഒരു മുறை வந்து பார்த்தாயா, ஒரு முறை வந்து பார்த்தாயா. അയ്യോ, ஒரு முறை வந்து பார்த்தாயா. தோம் தோம் தோம். ஒரு முறை வந்து பார்த்தாயா. தக்கிட தக்கதிமி தஜம் தஜம் தகஜம். எங்க அம்மா. രാത്രിയിൽ നാരായണൻകുട്ടിക്ക് ചില ചുറ്റിക്കളികളെ കൊണ്ട് നാളെ മുതൽ സൂക്ഷിക്കണം. അയ്യോ, ഓ ബാലുട്ടാ, ഒന്നും പറയണ്ട. എന്തു വേണം? എടാ കുഞ്ഞ്. കുഞ്ഞിനെ വേണ്ട, ഇവിടെ കൊണ്ടുവരണം. നിന്റെ കുഞ്ഞിനെ കൂട്ട് തരാൻ. ഇന്നലെ രാത്രി ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. കുത്തിയിരുന്ന് എഴുതായിരുന്നു. ആ സിഐയുടെ കൊലപാതകത്തെ കുറിച്ചുള്ള റിപ്പോർട്ടില്ലേ, അത് തടഞ്ഞു വെച്ചിരിക്കായിരുന്നല്ലോ. ഇപ്പൊ പ്രസിദ്ധീകരിക്കാൻ പോവാ. നീ എന്ത് കുന്തം വേണമെങ്കിലും പ്രസിദ്ധീകരിച്ചോ. ആദ്യം എന്റെ മോൾ അവിടെ കൊണ്ട് കിടത്ത്, എന്നിട്ട് നിന്റെ മോനെ എടുത്തോണ്ട് പെട്ടെന്നാവട്ടെ. ചെല്ല് ചെല്ല്, സമയമില്ല. ഭഗവാനെ നാരായണ. നീ വെളുപ്പാങ്കാലത്ത് അവിടെ പോയി നടക്കാൻ. കാലത്തെ ഒന്ന് നടക്കാൻ പോയതാ. അന്ന് കുഞ്ഞിനെ കയ്യിലെടുത്തിരിക്കണ എന്തിനാ? പിന്നെ കുഞ്ഞിന് നടക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് എടുത്തോണ്ട് നടന്നു. ഇതെന്താടാ നെറ്റിയിൽ വാൾപോസ്റ്റ് ചെയ്യണേ? പനിയാ പനി. എന്ത് പറ്റി? ഇന്നലെ രാത്രി പ്രേതത്തെ കണ്ടു പേടിച്ചതാ. പ്രേതോ? നീ കണ്ടെന്നോ? കണ്ടില്ല, കേട്ടു. എനിക്ക് പ്രേതത്തെ കാണുന്നത് എന്നെ ദേഷ്യ, അതുകൊണ്ട് കാണാൻ നിന്നില്ല, ഞാൻ ഓടിക്കളഞ്ഞു. അല്ലെങ്കിൽ കാണാൻ പറ്റൂല, ശബ്ദം മാത്രമേ കേൾക്കൂ. ഗന്ധർവന്മാരാ. നിനക്കറിയോ, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഗന്ധർവന്മാർ ഒത്തുകൂടുകയും താരം കൈമാറുകയും ചെയ്യുന്ന സ്ഥലമായിരുന്നത്. പിന്നെ എന്റെ ചില പൊടിക്കൈ കൊണ്ടായി ഇതുവരെ കുഴപ്പങ്ങളില്ലായിരുന്നത്. അവര് താരം കൈമാറുമ്പോഴെങ്ങാനും നിന്നെ കണ്ടിരുന്നെങ്കിൽ നീ ചോരതിപ്പി ചത്തേനെ. ഇവന്റെ ആരോ എന്ത് രസം, വെള്ളമായ ഇങ്ങനെ പോണം. എത്തിയല്ലോ ഇണക്കുരുവികൾ. രണ്ടുപേരുടെ ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞാ? അതാ ഇനിയും ബാക്കിയുണ്ടോ? അയ്യോ, ഇന്നത്തെ കറക്കം കഴിഞ്ഞല്ലോ, ഇനി നാളെയും പോകുന്നുണ്ട്. ചേട്ടൻ വരണം, ഞാൻ പോകുമ്പോ വിളിക്കാവേ. അയ്യ, അല്ലേലും ഇവനിച്ചിരി കൂടുതലാ. ഞാനിടയ്ക്ക് തീർത്ത് കൊടുക്കുന്നുണ്ട്. ചേട്ടൻ വാ. ഞാനിവിടെ നിക്കണോ അതോ? അയ്യോ വേണ്ടേ, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകും. മോ ഇപ്പൊ പൊയ്ക്കോ. ചുമ്മാ ഇരുന്ന് തിന്നുന്നതിന്റെ കൊഴുപ്പ് മറ്റുള്ളവന്റെ നെഞ്ചി കയറുന്ന കള്ള തടിയൻ. ഇന്നിവന്റെ അവസാനമാണ്. കുട്ടിച്ചാ എന്നോട് കളിക്കരുത്, പറയാവരുത് പറഞ്ഞേക്കാം. ആ ബ്ലേഡ് വരുന്നുണ്ട്, ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. ഞാനതേ പറയൂന്ന് അയാൾക്ക് അറിയാം. സൂര്യനാരായണ, ഇറങ്ങി വാടാ.
എന്താ അലാവുദ്ദീന്? കരഞ്ഞ് കാല് പിടിച്ച് കടം പിടിച്ചപ്പോ എനിക്ക് ഭ്രാന്താണല്ലേ? നിനക്കെന്നെ ഭ്രാന്ത് ആശുപത്രി കിടത്തണല്ലേ? അകത്തില്ലോ വിളിച്ചിറക്കണോ? ഇതിനു മുമ്പ് എത്ര തവണ ഞാൻ തന്നോട് പറഞ്ഞിട്ടുണ്ട് അവനിവിടെ ഇല്ല. അവനവിടെ പോയി? പുറത്തു പോയി. പുറത്തുനിന്ന് അകത്തേക്ക് വരില്ലേ? അവനെ ഞാൻ ഇവിടെ കിടന്ന് ബഹളം വെക്കരുത്. എനിക്ക് എന്റെ മുതലും പലിശ കിട്ടണം, ഭ്രാന്ത് ആശുപത്രി കിടന്ന കാശ് വേറെ കിട്ടണം. വരുമ്പോ പറയാം. ഞാൻ അവനെ കണ്ടിട്ടേ പോകും. താനിവിടെ നിന്നാ അവൻ പുറത്തേക്ക് വരില്ല. അല്ല, അവനിവിടെ ഇല്ലാന്ന്. ഞാൻ ഇവിടെ നിന്നാലേ പ്രശ്നമുള്ളൂ. ഞാൻ വരാണ്ടേ കയറി ഇരുന്നോളാം. ഒരു കാര്യം ചെയ്യാം, പുള്ളിക്കാരൻ ഈ മാസം കിട്ടിയ ശമ്പളം മതിയെങ്കിൽ ഞാൻ പോയി എടുത്തോണ്ട് വരാം. ആ ശരി, മതി. അത് ഞാൻ പലിശയിൽ വരെ വെച്ചേക്കാം. എന്നാ നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ശരി, വാ. ഇരിക്കെ. ആ തീയൊന്നും തരൂ. ഇത് പിടിച്ചോ. ഓഹോ, മരുമോനൊക്കെ ചെറ്റണല്ലേ? ആ, ഞങ്ങള് പാരമ്പര്യമായിട്ട് തറവാടികളാ. ഇതാ അങ്ങനെയുടെ ഈ മാസത്തെ ശമ്പളം. മുഴുവൻ ചില്ലറായിരിക്കുമല്ലേ? സൂട്ട് കേസ് കൊണ്ടുവരാൻ മറന്നുപോയി. ഇതെന്താ ഇത്? ആടിന്റെ കുടല? ആളെ കളിയാക്കെ ഒച്ചയെടുത്ത് നാട്ടുകാരെ മുഴുവൻ അറിയിക്കാൻ എനിക്കറിയാം. ഹലോ ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്, മൈക്ക് ടെസ്റ്റിംഗ്. തന്റെ ഒച്ച ഇനി ഇവിടെ പൊങ്ങിയാലേ ചൂലെടുത്ത് മുഖത്തടിക്കാൻ എനിക്കറിയാം. ഷോക്ക് അടിച്ചിട്ട് എനിക്കൊന്നും പറ്റിയില്ല. പിന്നെയല്ലേ തന്റെ ഒരു ചൂല്. വേണ്ടി വന്നാൽ നിരാഹാര വ്രതപ്പെടുത്ത് എനിക്ക് കിട്ടാനുള്ള സകല കാശ് കൊണ്ട് ഞാൻ പോകും. അതിനുള്ള ബിരിയാണി കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ ഇത് നമ്മുടെ പഴയ ഡോക്ടർ അല്ലേ? എന്റെ അമ്മയെ ഷോക്ക്. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തോ, അല്ലെ കറണ്ട് ബില്ല് കൂടും. ഇപ്പൊ എന്താ ചെയ്യാ? അയ്യോ, ഞാനിവിടെ ഉണ്ടെന്ന് പറയല്ലേ? അയ്യോ, നീ എവിടെ പോയി വിളിക്കും? കാലമാണ്. പതുക്കെ കുറക്കട. ഇതേത് ശബ്ദം? ഞാൻ നേരത്തെ ഇട്ടായിരിക്കും. ഞാൻ സൂര്യനാരായണൻ ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. ഇറങ്ങണോ പുറത്ത്? രാപകലില്ലാതുള്ള ജോലി മുഴുവൻ ചെയ്യിച്ചിട്ട് നയ പൈസ ശമ്പളം കൊടുക്കാത്ത കണ്ണി ചോരയില്ലാത്ത മനുഷ്യൻ നിങ്ങളാണല്ലേ? പിന്നെ ഞങ്ങൾ എങ്ങനെ ജീവിക്കണത്? പറ. 2-3 വയറിനാശ്രയ ആ മനുഷ്യനാ. ഇവള് പറഞ്ഞ് കറക്റ്റ് അല്ലേ? അതെ, ഇദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങൾ ആരാ? ഞാൻ ഇദ്ദേഹത്തിനും സൂര്യനും വളരെ വേണ്ടപ്പെട്ട ഒരാളാ. ഞാൻ എന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. ഇവിടെ ഞാൻ അനുഭവിക്കുന്ന ദുരിതങ്ങളൊന്നും പറഞ്ഞാ നിങ്ങൾക്ക് മനസ്സിലാവില്ല. വാടക വീടാണെങ്കിലും പോട്ടെ, എന്തെങ്കിലും ഒരു സൗകര്യം ഉണ്ട് ഇവിടെ. അന്നന്നേടെ കഴിഞ്ഞു പോകുന്നത് പോലും വളരെ കഷ്ടപ്പെട്ടിട്ട. ഈ പ്രായത്തിനിടയില് അങ്ങേര് ഒരുപാട് ജോലികൾ ചെയ്തു. എന്ത് പ്രയോജനം? കാശുമില്ല, സന്തോഷമില്ല. പറ്റുമെങ്കിലും ഞങ്ങൾക്ക് തരാനുള്ള ശമ്പളം തന്ന് സഹായിക്ക്. ബാക്കി കുറച്ച് അഡ്വാൻസ് ആയിട്ട് തന്ന സൂര്യേട്ടൻ ജോലി ചെയ്ത് വീട്ടിക്കൊള്ളും. എല്ലാറ്റിനും ഞാൻ പരിഹാരം ഉണ്ടാക്കാം. നിങ്ങൾ സൂര്യനാരായണന്റെ ആരായിട്ട് വരും? ഭാര്യ. ഓഹോ. അമ്മ വിശക്കുന്നു, കഞ്ഞിതാ. കൊച്ചിന്റെ ഈ മാസത്തെ ഫീസ് പോലും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് 2 ദിവസമായി അവള് സ്കൂളിലും പോണില്ല. ഇത് പാട്ടുകാരൻ സൂര്യനാരായണന്റെ വീട് തന്നെയല്ലേ? അതെന്ന്. ഭാര്യയും കുഞ്ഞുണ്ടെന്ന് പറഞ്ഞപ്പോ അവരെന്താ തിരിച്ചു പോയത്? ആ പട്ടി നിന്നെ കൊരങ്ങാം. പിന്നെ ഞാൻ പട്ടി നിന്നെ കൊരങ്ങാന്ന് വിളിച്ച ആളെ കാണിച്ചു തരാം. പിടിച്ചോ, കടിച്ചോ. അയ്യോ, ഇവിടെ വരാനാ പറഞ്ഞു. എന്നെ തപ്പിക്കുന്നതാണോ നായിന്റെ പോലെ? ഞാനോ? നിന്നെ ഞാൻ എന്താ ഡോക്ടർ പിന്നെ നായിന്റെ പോലെ എന്ന് വിളിച്ച്? അയ്യോ, ഷോക്ക്. ഇത് നമ്മൾ അലാവുദ്ദീനല്ലേ? അയാൾ എന്തിനാ ഓടുന്നത്? അയാളുടെ അസുഖത്തിന് ഒരു കുറവില്ല. ഒരു കുറവില്ല. നീ ഓടാൻ വരട്ടെ. നീ എന്ത് പോക്കത്തിനോടാ കാണിച്ചത്? അത് പിന്നെ നിങ്ങൾ ശമ്പളം തരാത്തോണ്ടല്ലേ. നിങ്ങൾ ചൂടാവൊന്നും വേണ്ട, സാധനങ്ങൾ തിരിച്ചു തന്നേക്കാം. എന്ത് സാധനം? അവിടുന്ന് അടിച്ചു മാറ്റിയത്. എന്തോ സ്റ്റെത്തും മറ്റും അതൊക്കെ അടിച്ചു മാറ്റിയാ? ചെറിയ തോതില്. ഞാൻ ചോദിക്കാൻ വന്നു, തനിക്ക് ഭാര്യയുണ്ടോ? ഉണ്ടെങ്കിൽ എന്താ? ഒരു കൊച്ചുണ്ട്. ഉണ്ടല്ലോ. പിന്നെ എന്ത് കോപ്പിലാണ് ആ പെണ്ണിനെ ഇഷ്ടമാണ് കെട്ടിക്കൊള്ളാന്നൊക്കെ പറഞ്ഞു? അത് പിന്നെ താൻ എന്നോട് അതൊക്കെ പറ. ഞാനാണ് ഇതിന് പെർമിഷൻ തന്നെന്ന് അയാൾ അറിയാൻ പാടില്ല. ഓ, അങ്ങനെ ഉണ്ടല്ലേ? പിന്നെ അത് ശരി. ആരാ മുടിയും ബുദ്ധിയില്ലാത്ത ആള്? ജ്യോതിയുടെ അച്ഛനാ. ആഹാ, എങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് അയാളോട് പറയാം. എന്റെ ശമ്പളം എന്താ? നീ ഹോസ്പിറ്റലിലോട്ട് വാ, ചെക്ക് ഞാൻ വീട്ടിലോട്ട് അയച്ചിരുന്നു. ചെക്കോ? DD? ചെക്കും DD ഒന്നും വേണ്ട. ഡ്രാഫ്റ്റ്.
നീ ബാങ്കിൽ നിന്ന് ഡിസ്കൗണ്ട് ചെയ്തോ? ഞാൻ കൊറിയറിൽ അയച്ചു തരാം മണി ഓർഡർ. ബാക്കി ഫണ്ട് കുട്ടിയുടെ പേരിൽ UTI ഇട്ടോ. സൂര്യ, നീ ഇനിയെങ്കിലും സമാധാനമായിട്ട് ജീവിക്കാൻ നോക്ക്. ഉണ്ണി, അവർക്കിത് ആദ്യരാത്രി, ഉണ്ണിക്കിത് കാളരാത്രി. എങ്ങനെ? ഈ ആദ്യരാത്രി നമുക്ക് പൊളിക്കണ്ടേ? എങ്ങനെ പൊളിക്കും? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പൊളിക്കാം, പൊളിച്ചു തരാം. അല്ലെങ്കിൽ എല്ലാം പൊളിയും. ഉണ്ണിക്കുട്ടാ, അളിയാ, മോനെ ഉണ്ണിക്കുട്ടാ, എസ്പോർട്ട് അളിയാ, എന്റെ ചേച്ചി വന്നടാ. അളിയോ, അളിയോ, താനാരാ? അളിയൻ, അളിയോ, താനാരാ വിളിക്കണേ? അളിയനെ, അളിയോ. അപ്പൊ താൻ തന്നെ തന്നെയാണ് അളിയാന്ന് അകത്തേക്ക് നോക്കി വിളിക്കണത്. നീ ആരാ? ഇതാ നമ്മുടെ ഉണ്ണി. അളിയാ, ഇതായിരുന്നു എന്റെ അളിയൻ, എന്റെ പൊന്നളിയാ. കണ്ണിൽ എന്നോച്ച് കാത്തിരിക്കായിരുന്നു അളിയാ. തിരിയിട്ട് കത്തിക്കാരില്ലടാ. ഈ അളിയന്റെ തമാശ. അളിയാ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ക്യാഷിനെ പറ്റിട്ടോ, ക്യാഷ് ഞാൻ വിട്ടെ. ആഹാ, ഇത് എനിക്കും കൂടി അവകാശപ്പെട്ടതാണ്. എന്റെ അളിയൻ, എന്റെ സ്വന്തം അളിയൻ. ബാലിയ, നമുക്ക് അകത്ത് പോയി സംസാരിക്കാം. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ ഒന്ന് സംസാരിക്കാൻ ശരിയാവില്ല. നമുക്ക് പുറത്തു പോയി സംസാരിക്കാം. ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങാം. പോരെ? അപ്പൊ എന്നെ ചുറ്റിക്കാൻ കൊണ്ടുപോവാണ്. ഈ അളിയന്റെ ഒരു തമാശ. ഓ, അളിയൻ. വേണ്ട വേണ്ട, ചുറ്റിക്കൊന്നും വേണ്ട. അതൊക്കെ വേണം. ആളിയോടെ നിൽക്ക്. ഞാൻ ഈ പാന്റ് മാറ്റിയിട്ട് ഒരു മുണ്ടെടുത്തോണ്ട് ഇപ്പൊ വരാം. വേണ്ട, മുണ്ടെടുക്കണ്ട. എന്താ ഇത്? എനിക്കൊരു മുണ്ടെടുക്കാനുള്ള അവകാശം പോലെ ഈ വീട്ടിലില്ലേ? ആളിയോട് നിൽക്ക്, ഞാനിപ്പോ വരാം. വനജേ, ഒരു മുണ്ടെടുക്കൂ. ഓനക്കുട്ടാ വേണ്ട, ഇവിടുത്തെ സാഹചര്യം നിനക്ക് അറിയാൻ വയ്യാത്തോട്ടാ. അച്ഛാ, ആരാ പോയ കരിമ്പൂതം? അത് നിന്റെ ചേച്ചിയുടെ ഭർത്താവാ, വനജയുടെ. ആരായി വനജ? എന്നാലും എന്റെ മോനെ, നീ മഞ്ചേച്ചിയുടെ പേര് പോലും മറന്നു പോയല്ലോടാ. നീ വല്ലാതെ ക്ഷീണിച്ചു പോയി. അത് നീ തടിച്ചതുകൊണ്ട് തോന്നണതാ. ഇവിടുത്തെ അമ്മയുടെ ഭക്ഷണം ഒന്നും നിനക്ക് പിടിക്കണ്ടാവില്ല. അതുകൊണ്ട് വഞ്ചേച്ചിയുടെ അടുത്തേക്ക് പോന്നോളൂ. പിന്നെ നിന്റെ മുണ്ട് എക്സ്പോർട്ടിന്റെ ബിസിനസിന് ഇവിടത്തെക്കാളും നല്ലത് അവിടെയാ. അതുകൊണ്ട് മോനങ്ങോട്ട് പോന്നോളൂ. അളിയാ, ഞാൻ റെഡി. നമുക്ക് പോവാം. ഓനക്കുട്ടാ, നീ ഇത് എന്ത് ഭാവിച്ചാ? ഞങ്ങൾ അളിയനും ഒന്ന് കറങ്ങാൻ പോകുന്നു. തൽക്കാലം മാത്രം മനസ്സിലാക്കാൻ മതി. അളിയ, നമുക്ക് ഇറങ്ങാം. ഈ കറങ്ങലല്ല, നമുക്ക് അവിടെയൊക്കെ പോയി ചുറ്റിക്കറങ്ങണ്ടേ? ഓനക്കുട്ടാ വേണ്ട, ഞാൻ പറയുന്നു. ബിസിനസ്സിൽ നമ്മൾ ഓരോ അരിയും സൂക്ഷിച്ചു വെക്കണം. അയ്യോ, ആരുമില്ല. സ്വന്തം തന്ത വരെ പിന്നിന്ന് കുത്തു. പെങ്ങളൊക്കെ സ്ത്രീ തന്നെ തുക തരുമോ അളിയാ? നോക്കച്ച, എന്തൊരു ചേർച്ച. ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ. മായയുടെ അച്ഛനല്ലേ? നിങ്ങളെ നല്ലതുപോലെ അറിയാവുന്ന ഒരാളാണ്. നിങ്ങൾക്കൊരു ഹെൽപ്പ് ചെയ്യാൻ വിളിച്ചതാ. നിങ്ങളുടെ മകൾ മായ കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു ഫ്രോഡിനെയാണ്. അവൻ ആദിത്യനല്ല, അവന്റെ യഥാർത്ഥ പേര് മോനായി എന്ന്. അവൻ വലിയൊരു പെണ്ണുപിടിയനും കള്ളുപിടിയനുമാണ്. അവന്റെ അച്ഛനും അമ്മയും അമേരിക്കയിലാണെന്നല്ലേ അവൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അവരിതൊരു അമേരിക്ക കണ്ടിട്ട് പോലുമില്ല. പിന്നെ മതി സഹോദര, നിങ്ങൾ പറഞ്ഞ എല്ലാം ഞാൻ കേട്ടു. ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. വിളിച്ചതിന് നന്ദി. താങ്ക് യു സർ. ആമ്പലായല്ല. ജഗ്ഗു അല്ലേ? ആരല്ലേന്ന്? ജഗന്നാഥൻ അല്ലേന്ന്? ആണെങ്കിൽ എനിക്കൊന്നുമില്ല, തനിക്കാ കുഴപ്പം. ഓ, ആദിത്യന്റെ കാര്യമായിരിക്കും. അതെങ്ങനെ മനസ്സിലായി? ശബ്ദം മാറ്റി ഒന്നുകൂടെ വിളിച്ചാൽ അറിയില്ലെന്ന് കരുതിയോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേരിട്ട് വന്ന് പറയാൻ പറ്റുമെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് മേലെ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്, കേട്ടല്ലോ? ഇല്ല, ഇനി വിളിക്കുന്നില്ല. പക്ഷേ ജഗന്നാഥ, താൻ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. തന്നെ അവൻ മൂക്കുകൊണ്ട് ഇക്ഷ ഇണ്ണ ഇപ്പ ഇമ്മ ഇന്ന എന്ന് വരപ്പിക്കും. നോക്കോ, ഇങ്ങനെ വിളിച്ച് പറഞ്ഞാലൊന്നും അയാൾ വിശ്വസിക്കില്ല. പോരാത്തതിന് നമുക്ക് മുമ്പ് ഈ കാര്യം വേറെ ആരോ വിളിച്ച് പറഞ്ഞിരിക്കുന്നു. അതൊന്നും എനിക്കറിയില്ല. പക്ഷെ അയാളെ എടാ പോടാ ജഗന്നാഥ എന്നൊക്കെ വിളിച്ചപ്പോ എന്റെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം. അയ്യോ, ഇവൻ അങ്ങടെ ഈ ബാണം വിട്ട പോലെ ഓടണം. ആരുടെയെങ്കിലും മുണ്ടരിക്കാനാവും. അവൻ പഞ്ചവർണ്ണത്തിന്റെ മുണ്ട് പറിക്കാൻ പോകും.
ഞാൻ വെറുതെ കൊതിപ്പിച്ച് അല്ലേലും ഇവനൊന്നും ആവശ്യത്തിന് ഉപകരിക്കില്ല. എന്റെ നിഗമനം ശരിയാണെങ്കിൽ ആദിയുടെയും മായക്കുഞ്ഞിന്റെ ഇടയ്ക്ക് എന്തൊക്കെയോ അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ അവനിരുന്ന് കപ്പലണ്ടി തിന്നുന്നു, മായക്കുഞ്ഞിനെ മറ്റൊരുത്തിന്റെ കൂടെ നടത്തിക്കില്ലല്ലോ. നീ അത് കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. മതിയായ തെളിവുകളില്ലാതെ മറ്റുള്ളവരെ കാണിക്കാൻ പറ്റുമോ? അതിനൊരു വഴിയുണ്ട്. എന്തു വഴി? അവര് രണ്ടൊരു അഡ്ജസ്റ്റ്മെന്റിലാണെങ്കിലേ ആ അഡ്ജസ്റ്റ്മെന്റ് അവരുടെ മുറിയിലും കാണില്ലേ? അതിന് വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ? മൊത്തത്തിലൊരു മങ്ങല്, ഒന്നും അങ്ങോട്ട് വ്യക്തമാകുന്നില്ല. എന്ന് ശരിക്കും നോക്ക്. തുണിയാണോ ഉണ്ണി? തുണി മാറുന്നു. ഞാൻ നോക്കട്ടെ. അങ്ങോട്ട് പോങ്ങോട്ട്. എന്താ ഇവിടെ? ഈ മുറിയിൽ ആവശ്യത്തിന് കാറ്റുണ്ടോ നോക്കിയതാ. പരിശോധനയൊക്കെ പിന്നെ ആവാം. മേലെ ഈ പരിസരത്ത് കണ്ടുപോരുത്. പോ. രക്ഷപ്പെട്ടേ. ഏത് നേരത്താണോ ഇങ്ങനത്തെ ഒരു ബുദ്ധി തോന്നിയത്? വല്ലവന് കെട്ടി ആദ്യ രാത്രി കഴിഞ്ഞ പെണ്ണിന്റെ പിന്നാലെ നടന്നാലേ ഇതല്ല ഇതിന്റെ അപ്പുറവും സംഭവിക്കും. എന്താടാ പറഞ്ഞേ? അതെ, നമുക്കൊരു പുതിയ ഐഡിയ കൊളുത്തി വിട്ടാലോ? ഭാഗ്യദേവത വെബ്ബർ സമ്മാനങ്ങളുമായി നിങ്ങളുടെ പടിവാതിലിൽ മുട്ടി വിളിക്കുന്നു. ഇതാ ഈ ഒരൊറ്റ രാത്രി കൊണ്ട് നിങ്ങളെ ലക്ഷപ്രഭുവാക്കി മാറ്റാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട്. ഒറ്റ രാത്രി കൊണ്ട് ഒരു ലക്ഷപ്രഭു. എന്താ സാറേ? ഒന്നുമില്ല, ഒന്ന് കൊളപ്പള്ളി റോഡ് വരെ പോണം. കൊലപ്പള്ളിയോ? കൊലപ്പള്ളി അല്ല, കൊളപ്പള്ളി. ആ, അവിടെ എവിടെയാ? ബ്രഹ്മചാരി നിവാസ്. എന്ത്? ബ്രഹ്മചാരി നിവാസ്. വേണ്ട, വെറുതെ ബെല്ലടിച്ച് വിരലിന്റെ ഇൻസ്റ്റേഷൻ കളയണ്ട. നിന്നെ ഇനി ഇവിടെ താമസിപ്പിക്കണോ വേണ്ടേന്ന് ഹരിപ്രസാദ് കൂടി വന്നിട്ട് ആലോചിച്ച് തീരുമാനിക്കാം. ഞാൻ നേരത്തെ കൃത്യമായിട്ട് ഇങ്ങോട്ട് എത്തിക്കോളും. ഒരു പ്രേമദാസൻ, ബാക്കിയുള്ളവന്റെ കൂടി മാനം കളയാൻ നടക്കണ അലവലാതി. എന്റെ അമ്മോ, ഈശ്വര, ഇവൻ ആര്? ആരാ? പ്രേമദാസ് അല്ലേ? അല്ല, ഞാൻ ബാഹുലേയൻ. ഓ, ബാഹുലേനാ? എന്താ പേര് മാറ്റണോ? ഇവിടുത്തെ ബ്രഹ്മചാരിമാരിൽ 3. അതെ. വൈദ്യരുടെ ഡ്രൈവറാണല്ലേ? ആണെങ്കിൽ ഞാൻ ഹരിപ്രസാദിന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടാ. ഞാൻ പറഞ്ഞതൊക്കെ ഒളിഞ്ഞു നിന്ന് കേട്ടിവൻ അടവ് പ്രയോഗിക്കുകയാണല്ലേ. എന്താ അവിടെ? എന്തെങ്കിലും ആവട്ടെ. അല്ല, ഹരിയുടെ ഫ്രണ്ടാണെങ്കിൽ പിന്നെന്തിനാ നിങ്ങൾ ഇവിടെ പതുങ്ങി നിന്നത്? ഞാൻ പതുങ്ങിയതൊന്നുമല്ല, എനിക്ക് ഈ നടുവിന് ചെറിയൊരു വേദന. അപ്പൊ ഈ ചുമര് കണ്ടു കഴിഞ്ഞാൽ ചാരി നിന്നിട്ട് കാണിച്ചു കഴിഞ്ഞാൽ എക്സസൈസ് എടുത്താൽ നടുവിന് വേദന മാറും കേട്ടോ. അല്ല, എക്സസൈസ് എടുക്കാൻ എന്തിനാ കത്തി? അത് പിന്നെ എനിക്ക് എപ്പിലെപ്സി ഉണ്ടേ. എന്നിട്ട് അത് എന്ത്? എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ ഈ അപസ്മാരം. ഒരു മുൻകരുതലായിട്ട് കത്തി കരുതിയെന്നുള്ളൂ. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അകത്ത് കയറിയുള്ള കളിയൊന്നും വേണ്ട, അകത്ത് കയറാൻ വരട്ടെ. ഹരിപ്രസാദ് ഉടനെ വരും. ഹരിപ്രസാദ് വന്നിട്ട് അകത്ത് കയറിയാ മതി മോനെ. അതുവരെ ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തു. ഹലോ, ഇവിടെ എടോ, ഞാൻ ഊണ് കഴിച്ച് ചെന്നിട്ട് വേണം ഹരിപ്രസാദിന് വന്ന് ഊണ് കഴിക്കാൻ. ഞങ്ങൾ സ്വയം പാചകമാ. സ്വയം പാരേ? സ്വയം പാരയല്ല, സ്വയം പാചകം. നിങ്ങൾ ടൗണിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിട്ടൊക്കെ വാ. ടൗണിലൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. അതെന്താ? അത് എനിക്കിവിടെ ആരും പരിചയമില്ല. മാത്രമല്ല, ഞാൻ ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ലേ. ഇതെന്താ കയ്യില്? നാഗതന്തി വേരാ. ഊണ് കഴിച്ച് ഞാൻ കുറച്ചു നേരം ഇതെടുത്തിന്റെ പുറകെ പിടിച്ച് നടക്കുന്ന എന്റെ ഒരു ശീലമാ. മാനസിക ധൈര്യത്തിന് പറ്റിയ മരുന്നാ. വൈദ്യശാലയിലെ പണിയായതുകൊണ്ട് മരുന്നിനെ കുറിച്ചൊക്കെ നല്ല പിടിയാണല്ലേ? നല്ല പിടിയാ. ഒരു പിടി എപ്പോഴും കയ്യിലിരിക്കണം നല്ലതാണല്ലോ. അത് നേരാ.
ഇവിടെ പതി. സോറി കേട്ടോ ഇന്റിമേറ്റ് ഫ്രണ്ടേ, ഇത് സിറ്റിയാണേ. അച്ഛേ, ഐഡന്റിറ്റി കാർഡ് ഇല്ലാതെ സ്വന്തം അച്ഛൻ അമ്മനെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത കാലമാണ്. അങ്ങോട്ട് നീങ്ങിക്കടാ. വേഗം വാ. നീ വിളിക്ക്. ആളതല്ലെങ്കിൽ ഈ നാഗതന്തി ഒന്നുകൂടി പ്രയോഗിക്കാം. പ്രയോഗിക്കേ. വിളിക്ക്. ഹരി, ഞാനാ ജയദേവൻ. നീയായിരുന്നു. നീ ആളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഈവൻ വന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒരൊത്തും പിടിയും കിട്ടിയില്ല. വരാന്തേലും വന്ന് പതുങ്ങിന്നോ, കാര്യം ചോദിച്ചപ്പോ കടാരെ നീട്ടിന്നൊക്കെ പറഞ്ഞപ്പോ. സോറി ഇന്റിമേറ്റ് ഫ്രണ്ട്, ഞാൻ ആളറിയാതെ. സാരമില്ല സാരമില്ല, ഇത്രയും കൊണ്ട് അവസാനിച്ചു തന്നെ കാരണവന്മാരുടെ ഗുരുത്തം കൊണ്ടാ. അതെ. നീ എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? ഒക്കെ ഞാൻ പറയാം. ഇത്തിരി വെള്ളം. ഡാഡി എവിടെ പോയി? മൂപ്പനെ കാണണമെന്ന് പറഞ്ഞ് ഇറങ്ങുന്നത് കണ്ടു. ചിറ്റമ്മയും പരിവാരങ്ങളും കൂടെ പോയിട്ടുണ്ട്. ഇന്നലെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി, കാശ് ചോദിക്കാൻ വിട്ടുപോയി. ഇന്നത്തെയും ഇന്നലത്തെയും പറ്റി ഒന്നിച്ചിങ്ങാന്നേ. ചെവി കേട്ടൂടെ? കാശ് തരാൻ തൽക്കാലം കാശിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതൊന്നും എനിക്കറിയണ്ട. എന്റെ കാശാ തന്നെ ഏൽപ്പിച്ചതല്ലോ ചോദിക്കുന്നത്. ഇവിടെ പണം കായ്ക്കുന്ന മരമൊന്നുമില്ല. എങ്കിൽ എവിടുന്നെങ്കിലും ഒന്ന് കൊണ്ട് നട. വെള്ളം ഒഴിക്കാൻ ആളുണ്ടല്ലോ. ആ, തിന്നുന്ന ചാപ്പാടിന്റെ കണക്കനുസരിച്ച് നോക്കുമ്പോ അതും ചെയ്യിക്കേണ്ടതാ. ചിരിക്കല്ലേ, വലിയ തമാശ കേട്ട മാതിരി. മര്യാദക്ക് എന്റെ കാശ് തരാൻ പറ, അല്ലെങ്കിൽ ഞാൻ പോവാ. ഞാൻ പോവാന്ന്. ആക്കരുത്. ഈ ഏമ്പക്കത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. മനസ്സിലായല്ലോ? മനസ്സിലായി. അത് തന്നെ പറഞ്ഞത്. എന്റെ ഇപ്പോ 2000 രൂപ എടുക്കാനില്ല. പിന്നെ എന്താ ഉണ്ട്? നുള്ളിപ്പെറുക്കി അവർ 500 രൂപ കാണും. എന്റെ പട്ടിക്ക് വേണം. മര്യാദക്ക് 2000 രൂപ എന്റെ കയ്യിൽ എണ്ണി തന്നില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതകം. പ്രത്യാഘാതം മേഘം എന്നുള്ളതിന്റെ. ഇയാളെന്നെ പഠിപ്പിക്കൊന്നും വേണ്ട. പ്രത്യാഘാതം അത് ഭയങ്കരമായിരിക്കും. എന്തും നേരിടാൻ തയ്യാറായിട്ട് തന്നെയായി നാടകത്തിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഒരുമാതിരി പല തന്തയ്ക്ക് പറഞ്ഞ പരിപാടി എന്റെ അടുത്ത് കാണിക്കരുത്. തൽക്കാലം പല തന്തയുണ്ടെന്ന് വിചാരിച്ചേക്കാം. എല്ലാ ദിവസവും സൂര്യാസ്തമനത്തിന് മുമ്പ് 100ന്റെ 10 ഇന്ത്യൻ കറൻസി നോട്ട് എന്റെ കയ്യിൽ തന്ന് ബോധിപ്പിച്ചുകൊള്ളാം എന്ന് വാക്കാൽ ഉറപ്പ് തന്നിട്ടാ ഞാൻ ഈ നാണം കെട്ട പരിപാടിക്ക് ഇറങ്ങി തിരിച്ച്. വാക്കാലല്ലേ, മുദ്രപത്രത്തിലൊന്നും എഴുതി തന്നിട്ടില്ലല്ലോ. നിങ്ങളൊരു കൊള്ളാവുന്ന കുടുംബത്തിലെ ആളാണെന്ന് വിചാരിച്ചത് എന്റെ തെറ്റ്. എന്ത് പറഞ്ഞാലും എന്റെ ഇപ്പൊ കാശില്ല. എന്നാൽ ആ 500 ഇങ്ങതാ, ബാക്കി നാളെ തന്നാ മതി. ഏത് 500? കുറച്ച് നേരത്തെ പറഞ്ഞ ആ 500. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു? എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഇയാളല്ലോ പറഞ്ഞത് കുറെ ഉള്ളി പറയ്ക്ക കുറെ കാണുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ശരി, എല്ലാം പോട്ട്. ഇപ്പൊ എത്ര ആരാ? ഇത്രയും ആയ സ്ഥിതിക്കുള്ള സത്യം തുറന്നു പറയാമല്ലോ. എന്റെ 250 രൂപ കാണും. എന്നാ? പക്ഷെ അതിന് അതിൻ്റെതായിട്ടുള്ള ചെലവുകളുണ്ട്. ഞാൻ പോവാന്ന്. അതെ, കുറച്ച് പതുക്കെ പറഞ്ഞാലും കേൾക്കാം. പിന്നെന്താ ഞെട്ടാത്തത്? സാധാരണ ഇത്ര നിസ്സാര കാര്യങ്ങൾക്ക് ഞാൻ ഞെട്ടാറില്ല. ഓഹോ, അറിയാത്ത കുഞ്ഞ് ചൊറിയുമ്പോ അറിയുന്ന എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. എന്റെ അടുത്താ കളി. ഞാനിത് കുറെ കണ്ടിട്ട് തന്നെ വന്നിരിക്കുന്നത്. എന്റെ ജീവിതത്തില് ഇത്രയും വാക്ക് പാലിക്കാത്ത ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഇയാള് മനുഷ്യനല്ല, വേറെ വേണ്ട, കൈവള്. പിന്നെ ഞാനങ്ങനെ വെറുതെ പോകുന്നൊന്നും വിചാരിക്കണ്ട. ഈ വിവരം മുഴുവൻ ആ മൂപ്പിലാനെ കണ്ട് ധരിപ്പിച്ചിട്ടേ ഞാൻ പോവും. രണ്ടുപേരോടും കൂടെ ഈ പറയുന്നത്. കഞ്ഞികള് ഒരു ചാൻസ് കൂടെ തരാം. 250 എങ്കിൽ 250. ഉറപ്പിക്കുന്നോ?
രണ്ടുപേരോടും കൂടെ ചോദിക്കുന്നത്. എടോ തനിക്ക് നാണമില്ലേടോ? ഇല്ല. ആ അത് തന്നെ. ആഹാ ഞാൻ കാണിച്ചു തരാം. എന്റെ ഷർട്ട് എവിടെ? എന്റെ ഷർട്ട് എവിടെയെന്നാ ചോദിച്ചത്. കൊടേ മടിയൊന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. തനി സ്വഭാവം കാണിക്കരുത്. അവനവന്റെ സാധനം മാത്രമേ എടുക്കാവൂ. അവിടെ പരിപാടിപ്പുള്ള പലതും കാണും. ഓ ആ പിന്നെ എനിക്ക് ഇയാളോട് ഒന്നും പറയാനില്ല. പോകുന്നത് തിന്ന ചോറിന് നന്ദി ഇല്ലാഞ്ഞിട്ടുമല്ല. പക്ഷെ മനുഷ്യനെ ഒരുമാതിരി വടിയാക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, അതങ്ങ് കൈ വെച്ചേക്കാൻ പറഞ്ഞാൽ മതി. നിയമം പുസ്തകത്തിൽ മാത്രം പോരാ, അത് വാക്കിലും പ്രവൃത്തിയിലും വേണം. ചുമ്മാതല്ല കേസില്ല വക്കീലായിട്ട് ചൊറിയും കുത്തി വിട്ടിരിക്കുന്നത്. ഇയാൾക്കെന്താ നാളെ പരീക്ഷയാണോ? ഒറ്റ വീക്ക് വെച്ച് കൊടുത്താണ്ടല്ലോ. എടോ അവസാനമായിട്ട് തന്നെ തിരുമോന്ന് ഞാനൊന്ന് കാണട്ടെ. പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ലെന്ന് പറയുന്നത് ഇപ്പൊ മനസ്സിലായി. കള്ളൻ, വഞ്ചകൻ. ഓക്കെ നമ്മുടെ അഗസ്റ്റനല്ലേടോ നൂലോട്ട് നിൽക്കണത്? അതെ അതെ അവൻ തന്നെ. വാ മോനെ ഔസ്ഞ്ഞൂട്ടി അരഞ്ഞാമ ചരടെടുത്ത് തോളിലിട്ട ആളെ മനസ്സിലാവൂലട്ടാ. ആണാ അവനെ നമ്മുടെ കൈ കിട്ടുന്ന കാണിച്ചു കൊടുത്തവേ. പിന്നെ ഞമ്മളല്ല തള്ളിയത്. നീയല്ലേ? പിന്നെ ഞമ്മളായിരിക്കും. അവനാ തള്ളിയത്. അഗസ്റ്റിൻ. അഗസ്റ്റിൻ അവരോടെ അവൻ പോയി. പുറത്തേക്കല്ല അകത്തേക്ക് പോയി. അല്ലാ ഇതെന്താ നിസ്കാര പള്ളിയാ? ഇത് കൊട്ടാരമാണ്. പക്ഷെ കണ്ട പാലസാണെന്ന് തോന്നുന്നു. എഞ്ചിൻ ഞാൻ കാണാൻ കൊണ്ട് പറയണ്ട, അവനെ പിടിക്കണ്ടേ? നിങ്ങൾ പോയി നോക്ക്, നമ്മളിവിടെ ഇരിക്കണ്ടേ? അല്ലാ പുലിയാണ് മോനെ. പഴയ പുലി പെറ്റുകിടക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടില്ലേ? ഞാൻ കൊട്ടാരത്തിലെ പുലി. കൊട്ടാരമല്ലേ, പുലിയെ വളർത്തുന്നുണ്ടാവും. ആര് പറഞ്ഞിട്ടാണ് അതിനകത്ത് കയറിയത്? അറാമ്പർ പാലിക്കരുത്. വീട്ടിനകത്താണ് പുലിനെ വളർത്തുന്നത്. പുലിയാ? പുലി ഇരട്ട പ്രസവിച്ചത്. നീ എന്താ പുലി കളിക്കുന്നു? ഇന്ന് വരെ അന്യജാതിക്കാരി കൊട്ടാരത്തിനകത്ത് കാലുകുത്തിയിട്ടില്ല. കടക്കാ പുറത്ത്. ഓ നമ്മള് മാത്രം ഇപ്പൊ അന്യജാതിയായി പോയി. ഈ നായിന്റെ പൂണൂലിട്ട് നടക്കുന്ന കുറ്റമല്ല. ഇവൻ ബ്രാഹ്മണനാ, ശുദ്ധ ബ്രാഹ്മണൻ. ഓ നസ്രാണി പൂണൂലിട്ട ബ്രാഹ്മണനാവെങ്കിൽ ഒരു 3-4 പൂണ് ഞങ്ങൾക്ക് എന്താ? ഞങ്ങളിവിടാ. എന്റെ പേര് ബീരാക്കുട്ടിന്നാ, ഗോവിന്ദൻകുട്ടിന്നാ, നാരായണൻകുട്ടിന്നാ, എന്ത് വേണമെങ്കിലും വിളിച്ചോ, ഞമ്മക്കൊന്നുമില്ല. എന്നാൽ ഈ കള്ള നസ്രാണി നമ്മൾ വിടൂല. എടാ ഇവർക്ക് തന്നെയാണോ? എന്റെ ഈശ്വര, എല്ലാ ജാതിയിലുള്ള തെണ്ടികളും ഈ കൊട്ടാരത്തിനകത്തുണ്ടല്ലോ. ഇവിടെ എന്താ മതസൗഹാർദ്ദ സമ്മേളനം നടക്കണം? ഇവനെന്താ മതിലുമേ കൂടി എഴണത്? ഇത് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം. ഇരിടോ ചെക്കോലും നാളത്തേക്കാക്കാം. സുലൈമാനെ, സുലൈമാൻ നമ്പൂതിരി, സ്വയംവരയാഗം നടത്താൻ വന്ന മുസ്ലിം നമ്പൂതിരി. കണ്ടോ ചത്തോ? കാവലിന് ഞാനും വേണമെന്ന് പറഞ്ഞ വലിയ കഷ്ട. എപ്പോഴാ? ഇപ്പോഴോ? ആയിക്കോട്ടെ. ആരാ? എന്താ? എവിടുന്നാ? കൊല്ലങ്കോട് കൊട്ടാരത്തിന് 6-ാം തമ്പുരാൻ എഴുന്നള്ളുന്നു. എപ്പോ? ഇപ്പോ. അതും പല്ലക്കിലത്രേ.
ഇക്കാലത്ത് പല്ലക്കിലോ? അത് അദ്ദേഹത്തിന്റെ ശീല. ഞാൻ നേരത്തെ കേട്ടിരിക്കണു. തിരുമനസേ, ഒരു സത്യം പറയട്ടെ. ആറാം തമ്പുരാനെ ആശുപത്രിയിൽ 6-ാം വാർഡിൽ കൊണ്ടാക്ക്. വരുമ്പോ ഒരു താളുണ്ടായിരുന്നല്ലോ. വരട്ടെ വരട്ടെ. അമ്മ